ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു എക്സാമിനർ ഫാമിലി. ഹലോ, എവിടെ പോയി നമ്മുടെ +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പിള്ളേരൊക്കെ എവിടെ പോയി? ഹലോ, ആരും കാണുന്നില്ല. എല്ലാവരും 7 മണി ആയില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. ട്യൂസ്ഡേ. ഹലോ വെൽക്കം. ഗുഡ് ഈവനിങ്. യെസ്, അലീന ജെയ്സൺ. ഗുഡ് ഈവനിങ്. ലൈക്ക് 6 പേരുണ്ട്, പക്ഷേ only 1 ലൈക്ക്. ഓക്കെ, ഡേ. യെസ്, അച്ചുകുട്ട, ആർ യു ഹിയർ? യെസ്, ഓക്കെ. അറ്റൻഡൻസ് തന്നില്ല. യെസ്. ചാപ്റ്ററിന്റെ പേര് തന്നെ കണ്ടില്ലേ? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മാക്രോ ഇക്കണോമിക്സിന്റെ 2nd ചാപ്റ്റർ. യെസ്, കൗസു. യെസ്. പിന്നെ എവിടെ പോയി? സ്കൂളൊക്കെ വിട്ട് ക്ഷീണമായിരിക്കും അല്ലേ എല്ലാവർക്കും? ഈഗർ. യെസ്, എല്ലാവരും ഓക്കെ. വെൽക്കം. എല്ലാവരും വേഗം വരൂ. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് തുടങ്ങണ്ടേ? നമുക്ക് തീർക്കണ്ടേ? ഷാർപ്പ് 7 തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ഹായ് ആഷിദ്. യെസ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇനി ഇങ്ങനെ കയറി വന്നോളും. ഓക്കെ, 2nd ചാപ്റ്റർ. ഇത് ഏത് മൈക്രോ ആണോ മാക്രോ എക്കണോമിക്സ് ആണോ? അത് ആദ്യം ചോദിക്കട്ടെ. നാഷണൽ ഇൻകം ഇസ് ദ മണി വാല്യൂ ഓഫ്. യെസ്, ആൻസർ ഇവിടെ കിട്ടി. നാഷണൽ ഇൻകത്തിൻ്റെ മീനിങ്. പക്ഷേ അതിന് മുന്നേ ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ യെസ് പൂജ കറക്റ്റ് മാക്രോ ഇക്കണോമിക്സ് ആണ് കേട്ടോ. അപ്പം നാഷണൽ ഇൻകം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് ഈവനിങ് മിസ്, വെൽക്കം. യെസ്, ക്രിസ്റ്റോ അലക്സാണ്ടർ എനിക്ക് വെൽക്കം പറഞ്ഞു. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, യെസ്. രോഹിത്. യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പഠിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അത് ആദ്യം തന്നെ മാം പറയട്ടെ. JM കെയ്ൻസ് കൊണ്ടുവന്ന സംഭവമാണ് ഈ മാക്രോ ഇക്കണോമിക്സ് അല്ലേ. നമ്മുടെ 1930s ഗ്രേറ്റ് ഡിപ്രഷൻ 2930 എന്ന് പറയും കേട്ടോ. ഗ്രേറ്റ് ഡിപ്രഷനിൽ കഴിഞ്ഞപ്പം നമ്മുടെ JM കെയ്ൻസിനാണ് ബുദ്ധി ഉദിച്ചത്. അങ്ങനെ കൊണ്ടുവന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആണ് മക്കളെ എന്ത്? നമ്മുടെ ഈ മാക്രോ എക്കണോമിക്സ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അത് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഡിപ്രഷൻ ഇങ്ങോട്ടേക്ക് വന്നു. നിരഞ്ജു. യെസ്, വെൽക്കം നിരഞ്ജു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മരിയ മിസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തതാണ്. മൈക്രോ എന്താണ്, മാക്രോ എന്താണെന്ന് കറക്റ്റ് ക്ലിയർ ആയിട്ട് മാം പഠിപ്പിച്ചതെന്നാണ്. അപ്പം നാഷണൽ ഇൻകം എന്ന് കണ്ടാൽ അപ്പം അറിയണം അത് ഏത് ഇക്കണോമിക്സ് ഡീൽ ചെയ്യുന്നതാണ്. ഇറ്റ് ഡീൽസ് മാക്രോ കേട്ടോ. അത് മാക്രോ ഇക്കണോമിക്സ് ആണെന്ന് ഓർമ്മ വേണേ. ഓക്കെ, I didn't get any likes children. ഓക്കെ, മൈക്രോ മീൻസ് സ്മോൾ. യെസ്, മാക്രോ മീൻസില. ആരും എന്താ ഈ ലൈക്ക് അടിക്കാത്ത? എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു ആ ലൈക്ക് ബട്ടണിൽ. ആരും അടിക്കുന്നില്ല. എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? ഫിദ. യെസ്. ഒരാൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഒരു ലൈക്ക് ഇട്ടു കേട്ടോ. 11 എന്നുള്ളത് 12 ആയി. വേറെ ആർക്കും ലൈക്ക് ബട്ടൺ ഇല്ലാന്ന് തോന്നുന്നു. സിസ്റ്റത്തിലില്ലേ? ഓക്കെ, ഇപ്പം വന്നു കൂടി വന്നു കേട്ടാ. യെസ്, ഗുഡ് ഈവനിങ് ദിവ്യ. യെസ്. ദിനീഷാൻ. അയ്യോ, ആരുടെ സ്ക്രീൻ? ഇറ്റ് വിൽ കം. കെയിം കണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ സത്യത്തിൽ ബാക്കിലേക്ക് നോക്കിയില്ല കേട്ടാ. കമ്മിങ്. യെസ്, വന്നാച്ച് കേട്ടാ. ഓക്കെ, വ്ളോഗ്സ് ബൈ നാൻസി. മിസ്സിന് സുഖമാണോ എന്ന് ചോദിച്ചാൽ മിസ്സിന് സുഖമാണ്. സൗണ്ട് ഒരു കടകടക്കടയുന്നുണ്ട്, അറിയില്ല എന്താന്ന്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടായിരിക്കാം ഒരു സൗണ്ടിനൊരു ചെറിയ ഒരു. നിങ്ങൾക്ക് പക്ഷേ ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഇല്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണോ? അപ്പം നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? ഈ മിസ്സിനെ കൊണ്ട് തോറ്റല്ലേ? യെസ്, ക്ലിയർ. അപ്പം നമുക്കിനി നാഷണൽ ഇൻകം തുടങ്ങാം കേട്ടോ. മിസ് മണി ആൻഡ് മെഷർമെൻറ്റ് വലുതാണോ? അല്ല, അത് നമുക്ക് ചെറുതാക്കി നമുക്ക് പഠിക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ മാം ഒരു കാര്യം പറയാൻ വിട്ടു. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററിൽ നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. വെയിറ്റേജ് എന്നാൽ കുറച്ച് കനണ്ട് എന്നല്ല, കുറച്ച് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന മിസ് പഠിപ്പിക്കുന്ന ഇഷ്ടമാണോ? യെസ്, താങ്ക് യു. ഓക്കെ, ദ മോസ്റ്റ് വെയ്റ്റഡ് ചാപ്റ്റർ ആണോ? യെസ്. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് തന്നെ പോവാം കേട്ടോ.
ഈ ചാപ്റ്ററിന് പിള്ളേരെ നല്ല വെയിറ്റേജ് ഉള്ള എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ എത്തുമ്പോഴും ഒക്കെ മാം പറഞ്ഞു തരാം, ഇതാണ് എസ് എ ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എസ് എ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും. 8 മാർക്കിൻ്റെ ഒരു എസ് എ അങ്ങോട്ട് ഉറപ്പിച്ചോളൂ കേട്ടോ. ഓക്കെ, +2 എക്കണോമിക്സ് വെറുപ്പിക്കലാണോ? +2 എക്കണോമിക്സ് ആണ് റിയൽ എക്കണോമിക്സ് കേട്ടോ. നമ്മൾ ശരിക്കും എക്കണോമിക്സിലേക്ക് പോകുന്നത് +2 എക്കണോമിക്സിലാണ്. +1 നിങ്ങൾ പഠിച്ചത് എക്കണോമിക്സ് ഒക്കെ തന്നെ, പക്ഷെ ഒരു ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ കുറേ പോവേർട്ടി അൺഎംപ്ലോയ്മെന്റ് അല്ലേ. പക്ഷെ ഇതാണ് മക്കളെ നമ്മുടെ റിയൽ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ഇത് അങ്ങോട്ടേക്ക് തുടങ്ങാം. നാഷണൽ ഇൻകം, ഇത് ദിവ്യ ടീച്ചർ, സ്മിജേഷ്, ദിവ്യ തന്നെയല്ലേ പേര്? ടീച്ചർ വന്താച്ച്, ക്രോണോസ് മൈ ബേബി, യെസ് വന്താച്ച്, യെസ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ മിസ്, ഉള്ളത് ഞങ്ങളുടെ ഭാഗ്യം ആണോ? ദെൻ ഓക്കെ. ഇനി +2 എക്കണോമിക്സ് കിട്ടുന്നില്ല, എന്ത് പറ്റി കിട്ടാത്തത്? ഞാൻ പറയാൻ വന്നത് ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത, നമ്മൾ ആദ്യം കുറേ ടേംസുകളാണ് മക്കളെ പഠിക്കുക. അതായത് ഈ ടേംസുകൾ കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. ആ ടേം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും കൺസ്യൂമറാണ്. സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരൊക്കെ എന്താണ് കൺസ്യൂമർ എന്നറിയാം അല്ലേ. ജിൻസി സാറ ജോൺസൺ, യെസ്, ഗുഡ് ഈവനിങ് പറഞ്ഞ് എൻ്റെ തൊണ്ട ചെയ്യാണ്ടാവും. അപ്പം ഞാൻ ഇതിലേക്ക് കയറിക്കോട്ടെ കേട്ടോ ചാപ്റ്ററിലേക്ക്. അപ്പം മാം പറഞ്ഞതുപോലെ ഈ ടേം കേട്ടാൽ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് കിട്ടണം. അവിടെയാണ് നമ്മുടെ കളി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് ചാപ്റ്റർ 2 മാക്രോ എക്കണോമിക്സ് ആണ്, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. അതൊക്കെ അറിയാലോ. ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് മാം ഇത് എത്രാമത്തെ ചാപ്റ്റർ ആണ്, പ്ലീസ് ഡോണ്ട് ആസ്ക്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു തന്നത് ദിസ് ഇസ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ, നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ, എന്താണ് നാഷണൽ ഇൻകം? എന്താണ് നാഷണൽ ഇമ്പോർട്ടൻ്റ്? ഒക്കെ സ്റ്റാർ ഇടണേ. മറന്നു പോയില്ലെങ്കിൽ മോളെ ഞാൻ സ്റ്റാർ ഇട്ട് തരാം കേട്ടോ, പേടിക്കണ്ട, ഞാനത് പറഞ്ഞും തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് നാഷണൽ ഇൻകം ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്, നമുക്ക് നിങ്ങളുടെ പാരൻസിനൊക്കെ ഇൻകം ഉണ്ടാവും അല്ലേ, വരുമാനം ഉണ്ടാവും. അതിപ്പോൾ ഒരു വീട്ടുകാർക്ക് വരുമാനം ഉണ്ടാവും, ഹൗസ് ഹോൾഡ് ഇൻകം ഉണ്ടാവും. അച്ഛൻ ജോലിക്ക് പോകുന്നു, പണം ഉണ്ടാക്കുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, പണം ഉണ്ടാക്കുന്നു. അതൊക്കെ നിങ്ങളുടെ ഇൻകം, ഹൗസ് ഹോൾഡ് ഇൻകം ആണ് അല്ലേ. അതുപോലെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനും എന്തുണ്ട്, ഒരു ഇൻകം ഉണ്ട്. ദാറ്റ് ഇൻകം ഈസ് നോൺ ആസ് വാട്ട്? ദാറ്റ് ഇൻകം ഈസ് നോൺ ആസ് അവർ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ പരീക്ഷാ പേപ്പറിൽ ഇറ്റ് ഈസ് ദ ഇൻകം ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ. ഞാൻ അണ്ടർലൈൻ ചെയ്യാണ് കേട്ടോ, മണി വാല്യൂ ഓഫ് all goods and service produced in an economy per an accounting year or during a year. ഒരു കൊല്ലം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ സാധനങ്ങളും സേവനങ്ങളും, ഒരുപാട് ലക്ഷക്കണക്കിന് സാധനം, ലക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, കോടിക്കണക്കിന് സാധനങ്ങൾ ഉണ്ടാക്കുന്നു, കോടിക്കണക്കിന് സർവീസസ് ഉണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ പണം, അതായത് ഇതിൻ്റെയൊക്കെ വാല്യൂ പണരൂപത്തിൽ കണ്ടുപിടിച്ചെഴുതുന്നതാണ് നമ്മുടെ നാഷണൽ ഇൻകം. ഇപ്പം നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുന്നു, ഗോതമ്പ് ഉണ്ടാക്കുന്നു, അരി ഉണ്ടാക്കുന്നു, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ ഒരു വിലയില്ലേ? ആ വിലകളൊക്കെ കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ സാധനങ്ങളുടെയും സേവനങ്ങളൊക്കെ നമ്മൾ പണം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അളക്കുകയാണ്. ടോട്ടൽ മണി വാല്യൂ ആണ് എന്ത്? ലിജി, യെസ്, ഹലോ. ആ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യം എത്രത്തോളം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ നാഷണൽ ഇൻകം എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? ഇനി നമ്മുടെ രാജ്യം ഉണ്ടാക്കുന്ന സാധനങ്ങളും സേവനങ്ങളും കുറവാണെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം എന്ത് ചെയ്യും മക്കളെ? കുറയും. അപ്പം ഒരു രാജ്യം വികസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൊഡ്യൂസ് സോ മെനി ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഒരുപാട് ഗുഡ്സും സർവീസസ് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം എന്താവും മക്കളെ? വലുതാവും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതാണ് നാഷണൽ ഇൻകത്തിൻ്റെ മീനിങ്. മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇക്കോണമി ഡ്യൂറിങ് എ ഇയർ. ഒരു ഇയറിലാണ്, ഇപ്പോൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 ഉള്ളിൽ നമ്മൾ എത്രത്തോളം സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ പണത്തിൻ്റെ മൂല്യം അത് കണക്കാക്കുക. പണത്തിൻ്റെ അതാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ്? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത് മക്കളെ, നമ്മൾ ആദ്യം കുറച്ച് ടേംസുകളാണ് പഠിക്കുക കേട്ടോ. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഈ ബോർഡ് കാണുന്നുണ്ടോ? ഹലോ, ക്യാൻ യു ജസ്റ്റ് ടെൽ മീ, ക്യാൻ യു സീ ദിസ്?
കാണാവോ? ഇത് ബോർഡിൽ എഴുതിയിട്ടത് കാണാവോ? യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ് എന്ന് നമുക്ക് നോക്കാം. യെസ് രാസു കാണുന്നുണ്ട്. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എന്ത് കമ്മോഡിറ്റി ആയിക്കോട്ടെ, എന്ത് ഗുഡ്സും ആയിക്കോട്ടെ, ബട്ട് ദാറ്റ് ഷുഡ് സാറ്റിസ്ഫൈ അവർ വാണ്ട്സ്. നമ്മുടെ നീതു, ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, നോട്ട് ക്ലിയർ ടു യു? ഓക്കെ, അതായത് നമ്മളെ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉള്ള വസ്തുക്കളുണ്ടാവും. ഇപ്പോൾ ഭക്ഷണങ്ങളുണ്ട്, ഡ്രസ്സ് ഉണ്ട്, കാറുണ്ട്, ലോറി ഉണ്ട്, ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എനിത്തിങ്, എന്തും ആവട്ടെ, ദാറ്റ് ഷുഡ് സാറ്റിസ്ഫൈ അവർ വാണ്ട്സ്. ഓക്കെ, നമ്മുടെ ഫുഡുണ്ട്, ഇതൊക്കെ നമ്മളെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ, ജ്യൂസ്, ഫുഡ്, പെന്ന്, ചോക്ക്, എല്ലാം, കറണ്ട്, ഇത് എല്ലാം നമ്മളെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങളെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, യൂട്ടിലിറ്റി. നമ്മൾ വിളിക്കും എന്താണ്? ഗുഡ്സ് എന്ന് വിളിക്കും. നേരെ മറിച്ച് മക്കളെ സർവീസസ് അല്ലേ? സർവീസസ് ഓൾസോ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. സർവീസ് ഉണ്ട്. ഇപ്പം എനിക്ക് നല്ല പനി വന്നു, ഞാൻ എവിടെ പോവും? ഐ ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറെ കാണാൻ പോവും. അപ്പം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എനിക്ക് തരുന്നു, സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഡോക്ടർ സാധനങ്ങളല്ല, ദേ പ്രൊഡ്യൂസ് സർവീസസ്. അപ്പം ഞാൻ സർവീസസും എൻ്റെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ ബാങ്കിൽ പോകുന്നു. ബാങ്കിൽ പോയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടുകയാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്താണ്? സർവീസാണ്, സേവനമാണ്. ഞാൻ ബസ്സിൽ കയറി രാവിലെ സ്കൂളിൽ പോകുന്നു. അപ്പം ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് എനിക്ക് സാധനമാണോ കിട്ടുന്നത്? ബസ്സിൽ കയറിയ അല്ല, എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ആ സർവീസസും എന്ത് ചെയ്യും? ദാറ്റ് ഓൾസോ വിൽ സാറ്റിസ്ഫൈ അവർ വാണ്ട്സ്. അതും നമ്മുടെ ആഗ്രഹത്തെ എന്ത് ചെയ്യും മക്കളെ? സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഗുഡ്സും സർവീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗുഡ്സ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ ബിരിയാണി കഴിക്കുന്നു, ഐ ക്യാൻ സീ ബിരിയാണി. ഐ എം ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കുന്നു, ഐ ക്യാൻ സീ വാട്ടർ അല്ലേ? ഞാൻ ചോക്ക് ഉപയോഗിക്കുന്നു, ഐ ക്യാൻ സീ ദ ചോക്ക്. ഗുഡ്സ് നമുക്ക് കാണാം, തൊട്ട് നോക്കാം. ക്ലിയർ? പക്ഷേ സർവീസസ് are non-tangible, or we can say it is intangible. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല. യെസ് ആദിൽ ഷാൻ, യെസ് വി ക്യാൻ ടച്ച് ആൻഡ് സീ. ഗുഡ്സിനെ നമുക്ക് തൊട്ട് നോക്കാം, നമുക്ക് അറിയാം. പക്ഷേ സർവീസസ് വി കനോട്ട് ടച്ച്, വി കനോട്ട് സീ. മനസ്സിലായോ? അത് ഇൻടാഞ്ചിബിൾ ആണ്, അല്ലെങ്കിൽ നോൺ ടാഞ്ചിബിൾ. യെസ് കറക്റ്റ്, ഇൻടാഞ്ചിബിൾ ആണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഏതൊക്കെ തമ്മിൽ? ഗുഡ്സും സർവീസസും. ക്ലിയർ ആണോ ഈ പറയുന്നത്? Let me tell. ഓക്കെ, പറഞ്ഞേ. ഈ പറയുന്ന ഗുഡ്സും സർവീസസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങൾക്ക് ടീച്ചർ ഞാൻ പഠിപ്പിക്കുന്നു, ഗുഡ്സ് പെന്നാണ്. യെസ്, ക്ലിയർ. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നു നിങ്ങളെ, ഞാനിവിടെ ലൈവ് ക്ലാസ് എടുക്കുന്നു. ഇത് ഗുഡ്സ് ആണോ സർവീസ് ആണോ മക്കളെ? ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഗുഡ്സ് ആണോ സർവീസ് ആണോ? എന്താ തരുന്നേ? ഞാനിവിടെ ഓഫ് കോഴ്സ് ക്ലിയർ, മനസ്സിലായി, ഐ അണ്ടർസ്റ്റുഡ്. ബട്ട് ജസ്റ്റ് ടെൽ മീ, ഞാനിപ്പം ലിജി, വെരി ഗുഡ്. ഓക്കെ ലിജി, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് മക്കളെ? ഐ ആം ഗിവിങ് മൈ സർവീസ്. ഞാൻ സർവീസ്, സർവീസ് അല്ലേ എന്ന് നീതു, ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഞാൻ തരുന്നത് സർവീസാണ്. നിങ്ങളൊരു ഹോട്ടലിൽ പോയി എന്ന് വിചാരിക്കുക. ഇന്നത്തെ ഡിന്നർ ഹോട്ടലിലാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഹോട്ടലിൽ പോയ സമയത്ത് നിങ്ങൾ മേശപ്പുറത്ത് ഇഷ്ടംപോലെ അൽഫാം, കുഴിമന്തി എല്ലാം ഉണ്ട്. എന്തുവാ സാധനം? അത് ഗുഡ്സ് ആണോ സർവീസ് ആണോ? അത് ഗുഡ്സ് ആണോ? നിങ്ങളുടെ ടേബിളിൻ്റെ മുന്നിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നു, ഫുഡ് ഇരിക്കുന്നു. അത് ഗുഡ്സ് ആണോ സർവീസ് ആണോ? ദാറ്റ് ഈസ് ഗുഡ്. യെസ്, വെരി ഗുഡ്. അത് ഗുഡാണ് അല്ലേ, സാധനമാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിസ് വിശക്കുന്നോ? ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാലൊക്കെ വിശക്കുന്നോ? അയ്യോ അത് പറയരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഹോട്ടലിൽ പോയി, നിങ്ങളുടെ ടേബിളിൽ ഫുഡ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഗുഡ്സാ, അണ്ടർസ്റ്റുഡ്. യെസ്. പക്ഷെ നിങ്ങൾക്കത് ഒരാൾ കൊണ്ടുതരിക, വെയിറ്റർ നിങ്ങൾക്ക് കൊണ്ടുതരിക. ആ വെയിറ്റർ തരുന്ന അതെന്താ നിങ്ങൾക്ക്? ശരിക്കും വെയിറ്റർ ഗുഡ്സ് ആണ്, നിങ്ങളുടെ മേശപ്പുറത്ത് എത്തി. പക്ഷെ ആ വെയിറ്റർ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? സർവീസ്. വെരി ഗുഡ്. ആ വെയിറ്റർ പ്രൊവൈഡ് ചെയ്ത് എന്താണ് മക്കളെ? സർവീസ് ആണ്. നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി ഡീസൽ അടിച്ചു, ആ ഡീസൽ ഗുഡാണ് അല്ലേ? പക്ഷേ ആ ഡീസൽ അടിക്കാവുന്ന പാവം ആ മനുഷ്യൻ തരുന്നത് എന്താണ്? ഹി പ്രൊവൈഡ് സർവീസ് അല്ലേ? അവർ തരുന്നത് എന്താണ്? സർവീസ് ആണ്. ക്ലിയർ ആയോ? ഗുഡ്സും സർവീസസും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പം ലെറ്റ് മീ ഗോ ടു ദ അനദർ ടോപ്പിക്. ഓക്കെ, അടുത്തത് കമോഡിറ്റീസ് എന്താണ്? സാധാരണ എക്കണോമിക്സിൽ എല്ലാവരും പറയും
ഗുഡ്സ് കമോഡിറ്റീസ് ഗുഡ്സ് ഇങ്ങനെ മാറ്റി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ക്ലിയർ ആണെങ്കിൽ മക്കളെ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നിങ്ങൾ പറയുക ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ഓക്കെ എന്ന് പറയുക കേട്ടോ. ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. ഓക്കെ, ദെൻ കമോഡിറ്റീസ് ഗുഡ്സ് നമ്മൾ എപ്പോഴും എക്കണോമിക്സിൽ പറയുന്ന സംഭവം ഗുഡ്സ് അല്ലെങ്കിൽ കമോഡിറ്റീസ്, ഗുഡ്സ് കമോഡിറ്റീസ് അല്ലേ, അങ്ങനെ മാറി പറയാറുണ്ട്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഗുഡ്സ് മക്കളെ ഞാൻ പറഞ്ഞു, പക്ഷേ പ്രൈസ് അല്ല നോക്കിക്കോളൂ. കമോഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമോഡിറ്റീസ് ആർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെയിൽ ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ എത്തിയ സാധനങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? കമോഡിറ്റീസ്. ക്ലിയർ? ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയി, ആ ഷോപ്പിൽ പോയിട്ട് കുറേ വെജിറ്റബിൾസും കുറേ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നത് കമോഡിറ്റീസ് എന്ന ടേം ഉപയോഗിക്കണം. അവിടെ പോയിട്ട് ഗുഡ്സ് എന്ന് നമ്മൾ പറയാറില്ല. വി കോൾ ഇറ്റ് ആസ് വാട്ട്? കമോഡിറ്റീസ്. അതായത് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ എത്തിയ സാധനങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്? കമോഡിറ്റീസ്. സെയിൽ ചെയ്യാൻ എത്തിയിട്ടുണ്ടാവില്ല ചിലപ്പം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗോഡൗണിൽ കിടക്കുകയാണ്, സോ ദാറ്റ് ഈസ് നോൺ ആസ് ഗുഡ്സ്. വെൻ ഇറ്റ് ഈസ് ഇൻ ദ മാർക്കറ്റ് ഫോർ ദ സെയിൽ ഇറ്റ് ഈസ് നോൺ ആസ് കമോഡിറ്റീസ്. അത് സെയിലിന് വേണ്ടി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് കമോഡിറ്റീസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ കാര്യം മനസ്സിലായോ എന്താണ് കമോഡിറ്റീസ് ആൻഡ് ദിസ് വൺ ഡിഫറൻസ്? ലൈവ് ഷെയർ ചെയ്ത് പവറാക്ക്. എല്ലാവരും കിടന്ന് ഉറങ്ങുകയെന്ന് തോന്നുന്നു. നല്ല മഴയൊക്കെ അല്ലേ. സോ ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ഓരോരുത്തർ വന്നോളും, കുറച്ച് കഴിയുമ്പോൾ തട്ടി അങ്ങനെ വന്നോളും. ഓക്കെ, നൗ കംസ് കൺസ്യൂമർ ഗുഡ്സ്. അടുത്ത ടേമാണ് കേട്ടോ കൺസ്യൂമർ ഗുഡ്സ്. എന്താണെന്ന് കൺസ്യൂമർ ഗുഡ്സ് ഇവിടെ തൊട്ട് നമ്മൾ ശരിക്കും ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് പോവുകയാണ്. ഓക്കെ, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് the goods used for consumption. അതായത് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും എന്താണ്? കൺസംഷൻ ഗുഡാ. ഡ്രസ്, ഞാൻ ഇട്ടിരിക്കുന്ന ജീൻസ്, ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട്, ഞാൻ ഉപയോഗിക്കുന്ന പെൻ അല്ലേ, ഇതൊക്കെ എന്താണ്? കൺസ്യൂമർ ഗുഡ്സ്. ഞാൻ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഫാൻ, AC ആൻഡ് എവറിത്തിങ് ദാറ്റ് ഇസ് നോട്ട് കൺസ്യൂമർ ഗുഡ്സ് ആണ് അല്ലേ. നോക്ക്, ഫുഡ് ഐറ്റംസ്, ക്ലോത്ത്, ഇതൊക്കെ എന്താണ്? കൺസ്യൂമർ ഗുഡ്സ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം, നിങ്ങൾ ഉപയോഗിക്കുന്ന സെറ്റി, നിങ്ങൾ ഉപയോഗിക്കുന്ന കിടക്ക, ബെഡ് എല്ലാം എന്താണ്? നമ്മുടെ കൺസ്യൂമർ ഗുഡ്സാ. അപ്പം നമ്മുടെ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഗുഡ്സും എന്താ മക്കളെ? കൺസ്യൂമർ ഗുഡ്സാ. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് മെഷീൻസ്, ബിൽഡിങ്സ്, എക്യുപ്മെന്റ്സ് ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ്. മനസ്സിലായോ? മെഷീൻസ്, ബിൽഡിംഗ്, ഇതൊക്കെ നമ്മൾ ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഒരു അസറ്റായിട്ട് വരിക്കുന്ന സാധനങ്ങളാണ്. ഇതാണ് നമ്മുടെ എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എന്താണെന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്നും ഓർത്തിരിക്കുക മക്കളെ. ഈ കൺസ്യൂമർ ഗുഡ്സ് രണ്ടെണ്ണം ഉണ്ട്. കൺസ്യൂമർ ഗുഡ്സ് ക്യാൻ ബി വെരി ഗുഡ് ഡ്യൂറബിളും ഉണ്ട്, അതേപോലെ വേറെ മാറ്റാട്ടോ. ഓക്കെ, there are two types. ഏതൊക്കെയാ? ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്, ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. മക്കളെ എന്താണ് ഡ്യൂറബിൾ എന്നറിയോ? ഡ്യൂറബിൾ എന്ന് പറയുന്നത് ഈട് നിൽക്കും. കൺസ്യൂമർ ഗുഡ്സിന് രണ്ടെണ്ണം ഉണ്ട്, ഈട് നിൽക്കുന്നതും ഈട് നിൽക്കാത്തതും. ഉദാഹരണത്തിന് ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ്. നിങ്ങളിപ്പോൾ ഒരു കാറ് വാങ്ങിയ കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസമാണോ ഉപയോഗിക്കുന്നത്? നോ, വി ക്യാൻ യൂസ് ദാറ്റ് ഫോർ എ ലോങ് പീരിയഡ്. കുറേ കാലത്ത് ഒരു മിക്സി വാങ്ങി, ഒരു ഫ്രിഡ്ജ് വാങ്ങി, ഒരു AC വാങ്ങി, TV, കാർ, ഇതൊക്കെ എന്താണ്? ഡ്യൂറബിൾ ഗുഡ്സ് ആണ് അല്ലേ. നിങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ബെഞ്ച്, ഡെസ്ക്, ഇതൊക്കെ എന്താണ്? ഡ്യൂറബിൾ ഗുഡ്സ് ആണ്, കുറേ കാലം ഉപയോഗിക്കാം. നേരെ മറിച്ച് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കുറേ കാലത്തേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ലൈഫ് സ്പാൻ ഈസ് ലെസ്. യെസ്, ലൈഫ് സ്പാൻ, ലിജി വെരി ഗുഡ്. അതിൻ്റെ ആയുസ് വളരെ എന്താണ്? ചെറുതാണ്. ഉദാഹരണം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ക്ലോത്ത്സ്, ഇതൊക്കെ എന്താണ്? നോൺ ഡ്യൂറബിൾ. മിൽക്ക്, എഗ്, ഓഫ് കോഴ്സ് മിൽക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ലിറ്റർ പാല് വാങ്ങിച്ചു വെച്ചാൽ 3 കൊല്ലത്തേക്ക് ഇരിക്കുമോ? നെവർ. ഇസ് ഇറ്റ്? ലാസ്റ്റ് ഓൺലി ഫോർ ഷോർട്ട് പീരിയഡ്. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പം നമ്മളെ കൺസ്യൂമർ ഗുഡ്സ് തന്നെ പലതും ഉണ്ട് മക്കളെ. ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. ഓക്കെ, നൗ കംസ് കൺസ്യൂമർ. ഐ ടോൾഡ് യു വാട്ട് ഇസ് ദിസ് ക്യാപിറ്റൽ ഗുഡ്സ് കേട്ടോ. ദെൻ നമ്മൾ കുറച്ചിങ്ങനെ മുകളിലേക്ക് ഹൈ ലെവലിലേക്ക് പോവുകയാണേ മക്കളെ. ഓക്കെ, നൗ കംസ്. അപ്പോൾ ക്ലിയർ അല്ലേ? ഇതുവരെയുള്ളത് ക്ലിയർ ആണോ? ലെറ്റ് മീ ആസ്ക് യു ദാറ്റ് ഇൻ ബിറ്റ്വീൻ. ഇതുവരെയുള്ളത് ക്ലിയർ ആണോ? അയ്യോ ഓളുണ്ട് നീത്തു. ഓളില്ല, ഓള് പോയി അച്ച് കേട്ടോ. ദെൻ ഫൈനൽ ഗുഡ്സും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും. അടുത്ത 2 ടോപ്പിക്കാണ് നമ്മുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ നോട്ട് ക്ലിയർ.
ക്ലിയർ? ഓക്കെ, ക്ലിയർ. ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഗുഡ്സ് ആർ ഫോർ ഫൈനൽ കൺസംഷൻ, അതായത് അവസാനം. അതിനെ പിന്നെ നമ്മൾ വേറൊരു ഫോമിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഓക്കെ, ഫൈനൽ ഗുഡ്സ് ആർ ദ ഗുഡ്സ് ഫോർ ഫൈനൽ കൺസംഷൻ, അവസാനം ഫൈനൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുക. സപ്പോസ് ചപ്പാത്തി ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ചപ്പാത്തി നമ്മുടെ മുന്നിലുണ്ട്. ഈ ചപ്പാത്തിയെ നമ്മൾ എന്ത് ചെയ്യും? ചുരുട്ടിക്കേറ്റും കഴിക്കും. സോ ചപ്പാത്തി ഇസ് ഫൈനൽ ഗുഡ് ഫോർ എസ് അല്ലേ? ഇൻഡിഫറൻസ് കർവ് പറഞ്ഞ ഇതിലല്ല, അതൊക്കെ മാക്രോ. ചോദിക്കും. ഡിഫറൻസ് ചോദിക്കും കേട്ടോ. അതായത് ഈ ചപ്പാത്തി എന്ന് പറയുന്നത് എന്താണ്? സ്ക്രീൻ കളർ മാറ്റാനോ? ഇത് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം ഞാൻ വേറെ കളർ ഉപയോഗിച്ചാൽ ഇത് കാണുമോ? ഇഫ് ഐ യൂസ് ബ്ലാക്ക് കളർ. ഓക്കെ, ഗുഡ്സ് ഫോർ ഫൈനൽ കൺസംഷൻ. അപ്പോൾ ഈ ചപ്പാത്തി എന്താണ്? ഫൈനൽ ഗുഡാണ്. അതിനെ വേറെ ഒന്നും ആയിട്ട് നമ്മൾ മാറ്റുന്നില്ല. ക്ലിയർ? അതാണ് നമ്മുടെ ഫൈനൽ ഗുഡ്. ഇറ്റ് ഈസ് മെന്റ് ഫോർ ഫൈനൽ കൺസംഷൻ. ബ്രെഡ് കൊണ്ടുവന്നു, ബ്രെഡ് കഴിക്കുക, പാക്കറ്റിൽ നിന്ന് പൊളിച്ച് നമ്മൾ കഴിച്ചു. അപ്പോൾ ആ ബ്രെഡ് നമുക്ക് എന്താ? ഫൈനൽ ഗുഡ് ആണ് അല്ലേ? ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് വാങ്ങിച്ചു, ഗ്ലാസ്സിൽ തന്നു, സ്ട്രോ ഇട്ട് തന്നു. ആ ജ്യൂസ് നമുക്ക് എന്ത് ഗുഡാ? ഫൈനൽ ഗുഡാ. ജ്യൂസ് കൊണ്ടുപോയിട്ട് വേറെ ഒന്നും ആക്കൊന്നുമില്ല, അത് അപ്പടി അങ്ങോട്ട് കഴിക്കും. ക്ലിയർ? അത് ഫൈനൽ ഗുഡാ. നേരെ മറിച്ച് ഇന്റർമീഡിയേറ്റ്, ഇന്റർ എന്ന് പറയുമ്പോൾ അറിയാറോ? നടുക്ക്. ഇന്റർമീഡിയേറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? Intermediate goods are the goods for the production of other goods. അതായത് വേറെ എന്തോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഉദാഹരണത്തിന് റബ്ബർ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റാ. ഈ റബ്ബർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ടയർ ഉണ്ടാക്കാനാ. അപ്പൊ ടയർ എന്ത് ഗുഡാണ്? ഫൈനൽ ഗുഡാ. പക്ഷെ അതുണ്ടാക്കാൻ ആവശ്യമായ റബ്ബർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഫൈനൽ ഗുഡ് അല്ല. ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡാണ്. മനസ്സിലായ? അത് നടുക്ക് കിടക്കുന്ന. ഇപ്പൊ സ്റ്റീൽ പ്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. യെസ്, വീറ്റ് ഫോർ ബ്രെഡ്. ബ്രെഡ് ഫൈനൽ ഗുഡാ. പക്ഷെ വീറ്റ് എന്താണ്? വീറ്റ് അല്ല, വീറ്റ് ഫ്ലോർ ആണ് അല്ലേ? ഗോതമ്പ് പൊടി ഇന്റർമീഡിയറ്റ് ഗുഡാണ്. ക്ലിയർ? റബ്ബർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്. അതേപോലെ സ്റ്റീൽ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റാ. ആ സ്റ്റീൽ പ്ലേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ വേറെ കാറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൈ ജെറ്റ് എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫൈനൽ ഗുഡാ. ഏത്? ഈ ഫ്ലൈ ജെറ്റ് എയർക്രാഫ്റ്റ്. പക്ഷേ ആ സ്റ്റീൽ എന്ന് പറയുന്ന ആ സംഭവം അവിടെ എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡാ. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്താക്കിയിട്ട് മാറ്റണം? നമ്മൾ ഫൈനൽ ഗുഡ് ആക്കിയിട്ടൊക്കെ മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു എക്സാമ്പിൾ, നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് തന്നെ എടുക്കാം. ദാറ്റ് ഈസ് ബെറ്റർ ഐ തിങ്ക്. ചപ്പാത്തിയൊക്കെ പരത്തി നല്ല റൗണ്ട് ആക്കി വെച്ചത് എന്ത് ഗുഡാ? ഇറ്റ് ഈസ് പ്ലാസ്റ്റിക് ഫോർ ടോയ്സ്. യെസ്, ടോയ്സ് ഫൈനൽ ഗുഡാ. പക്ഷെ അതിനുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്താ മക്കളെ? അതിനുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇന്റർമീഡിയറ്റാ. ചപ്പാത്തി ഫൈനൽ ഗുഡാ. പക്ഷെ ചപ്പാത്തി മാവാക്കി ഉരുട്ടി വെക്കുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡാ. അത് പരത്തിയിട്ട് വേണം ചപ്പാത്തിയാക്കി ഫൈനൽ ഗുഡാക്കാൻ. അണ്ടർസ്റ്റാൻഡ്? കേക്ക് ഉണ്ടാക്കാൻ എഗ്ഗ് വേണം. ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ്. യെസ്, കേക്ക് ഫൈനൽ ഗുഡാ. പക്ഷേ അതുണ്ടാക്കാൻ ആവശ്യമായ എഗ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ്. മൈദ ഫോർ കേക്ക്. ഇഷ്ടം പോലെ അതാ എക്സാമ്പിൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നും എന്താണ് ഫൈനൽ ഗുഡ് എന്നും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ക്യാൻ ഐ ചേഞ്ച് മൈ സ്ക്രീൻ? അപ്പോൾ ഞാനത് പോവാണ്. യെസ്, നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് പറഞ്ഞ് മടുത്തിട്ടുണ്ടാവും, കേട്ടിട്ട് നിങ്ങളും മടുത്തിട്ടുണ്ടാവും. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഇതാ നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടർ റിവാർഡ്സ്. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മൾ 4 മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നു. ഇതിനെ നമ്മൾ ഇൻപുട്സ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഈ ഇൻപുട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതാണ് നമ്മുടെ മേജർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അച്ചു, വാട്ട് ഹാപ്പൻഡ്? അച്ചുവിന് എന്ത് പറ്റി? അച്ചു ഇപ്പോഴാണോ കയറി വന്നേ? യെസ്, ഇതാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്സ്. ഇവർ വേണം നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി ഇവരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇവർക്ക് എന്ത് കൊടുക്കണം? റെമ്യൂണറേഷൻ, പ്രതിഫലം കൊടുക്കണ്ടേ? വെറുതെ ഒന്നും വന്ന് പണി ചെയ്ത് തരത്തില്ല. സോ വി നീഡ് ടു ഗീവ് വാട്ട്? റെമ്യൂണറേഷൻ ഫോർ ദം. ഓക്കെ, Aisu is there, don't cry. He is there. Okay, then ഈ ലാൻഡ് ഉപയോഗിക്കുമ്പോൾ we have to give it. Yes, ഇതാണ് റിവാർഡ്സ്. വെരി ഗുഡ്, ഇതാണ് റിവാർഡ്സ്. ലാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ we have to give rent. വേണ്ടേ? ലേബറിന് നമ്മൾ വേജസ് കൊടുക്കും, അല്ലെങ്കിൽ we have to give what? സാലറീസ്, ശമ്പളം കൊടുക്കണം. വേണ്ടേ? ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ, എന്റർപ്രണർ, വി ഹാവ് ടു ഗീവ് വാട്ട്? പ്രോഫിറ്റ്. അപ്പോൾ ഇത് 4 പേര് മസ്റ്റാ ഒരു സാധനം ഉണ്ടാക്കാൻ. ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡ്സ് ആണിത്.
ക്ലിയർ? ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കും കേട്ടോ. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റിവാർഡ്സും പരീക്ഷയ്ക്ക് ചോദിക്കും, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, യെസ്, അവിടെ എഴുതി ഒരു പ്രാവശ്യം യു ജസ്റ്റ് ടൈപ്പ്, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് എഴുതിയത് അവിടെ തന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത് കഴിഞ്ഞു റിവാർഡ്സ്. സോ ക്യാൻ ഐ ചേഞ്ച്? അപ്പോൾ പോട്ടെ, ഇത് മനസ്സിലായല്ലോ അല്ലേ? വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, വാട്ട് ആർ ദ വേരിയസ് ഇൻപുട്സ്, ഇതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഹലോ, മിണ്ടുന്നില്ല. അപ്പം പിന്നെ ഞാനും മിണ്ടാതിരിക്കേണ്ടി വരുമോ? ഓക്കെ, യെസ് മിസ്, കണ്ടിന്യൂ. നിരഞ്ജു, അതെ നിരഞ്ജു ഒരു മോട്ടിവേഷൻ തരണ്ടേ? എന്താണ് നിരഞ്ജു, പ്രിയ, മെനിയാർദി, അച്ചു, ക്രോണോസ്, എല്ലാവരും മിണ്ടാതിരിക്കുക. ടീച്ചറേ, ക്ലിയർ. അപ്പം എന്നാൽ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുക കേട്ടോ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനോ 3 മാർക്കിനോ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് വേരിയബിൾ ആൻഡ് ഫ്ലോ വേരിയബിൾ. ഉറപ്പിച്ചോളൂ, ദിസ് വിൽ ബി ദെയർ ഫോർ ദി എക്സാം. ഓക്കെ, എന്താണ് സ്റ്റോക്ക് എന്ന് നോക്കുക. സ്റ്റോക്ക്, പേര് നോക്കിക്കോളെ, സ്റ്റോക്ക് ഇങ്ങനെ നിൽക്കുക. സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. നമുക്കൊരു പ്രത്യേക സമയത്ത് മെഷർ ചെയ്യാൻ പറ്റും, അതാണ് സ്റ്റോക്ക്. പക്ഷേ ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയം എടുക്കണം, എന്നിട്ടേ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അതാണ് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ടപ്പേ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഓർ വി ക്യാൻ മെഷർ. പക്ഷേ ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഇത് ഫ്ലോയാ, ഇറ്റ് വിൽ ടേക്ക് ടൈം, ഇറ്റ് വിൽ ടേക്ക് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ, ഇത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ പോയിന്റ് ഓഫ് ടൈം ആണെന്നും ഇവിടെ പീരിയഡ് ഓഫ് ടൈം ആണെന്നും ആലോചിച്ചാൽ മതി കേട്ടോ. ഇവിടെ നോ ടൈം ഡയമെൻഷൻ, ഒരു സമയവും അളവൊന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം, നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ. പക്ഷേ ഫ്ലോയ്ക്ക് എന്തുണ്ട്? ടൈം ഡയമെൻഷൻ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഉണ്ട്, സമയമുണ്ട് കേട്ടോ. ഫ്ലോ വേരിയബിൾ. എക്സാമ്പിൾ നോക്കിയേ, വാട്ടർ ഇൻ എ ടാങ്ക്. ഇപ്പോൾ ഒരു വലിയ ടാങ്ക് ഉണ്ട്, ആ ടാങ്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ, വാട്ടർ ടാങ്ക് ഉണ്ടാവില്ലേ? ആ ടാങ്കിലുള്ള വെള്ളം സ്റ്റോക്കാണ്. അണ്ടർസ്റ്റാൻഡ്? നേരെ മറിച്ച് വാട്ടർ ഇൻ എ റിവർ, ഒരു റിവറിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളം സ്റ്റോക്കാണോ ഫ്ലോ ആണോ? ഇറ്റ് ഈസ് ഫ്ലോ വേരിയബിൾ അല്ലേ? വെള്ളം ഇങ്ങനെ ഒഴുകല്ലേ മക്കളെ? സോ ദാറ്റ് ഈസ് ഫ്ലോ വേരിയബിൾ. പക്ഷെ ഒരു ടാങ്കിലെ വെള്ളം വി ക്യാൻ മെഷർ. ഇപ്പം പോയിട്ട് നമുക്ക് മെഷർ ചെയ്യാം നമ്മുടെ ടാങ്കിലെ വെള്ളം എത്രയുണ്ടെന്ന്. ഇപ്പം പോയിട്ട് മെഷർ ചെയ്തൂടെ? ചെയ്യാം കേട്ടോ. ഇനി വെൽത്ത്, ധനം, ക്യാപിറ്റൽ, ഇൻവെൻട്രീസ്, മണി സപ്ലൈ, ഡിസ്റ്റൻസ്, ഇതൊക്കെ സ്റ്റോക്കാണ്. ഇപ്പം ഡിസ്റ്റൻസ്, അതായത് ഇപ്പോൾ ഇവിടെ തൊട്ടിട്ട് അവിടെ വരെ ഡിസ്റ്റൻസ് സ്റ്റോക്കാണ്. അതെത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ? ഇന്ന് രാവിലെ പോയാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന അകലം, അത് ഇന്നിപ്പോൾ മെഷർ ചെയ്താലും നാളെ പോയി മെഷർ ചെയ്താലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതാണ് സ്റ്റോക്ക് വേരിയബിൾ. നേരെ മറിച്ച് എന്താണ് ഫ്ലോ വേരിയബിൾ ആണെങ്കിൽ ഇൻകം ചിലപ്പോൾ അതിന് 1 മാസവും ഒരാഴ്ചയൊക്കെ എടുത്തേക്കും. ചിലപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്, ചേഞ്ച് ഇൻ ഇൻവെൻട്രി, ചേഞ്ച് ഇൻ മണി സപ്ലൈ, സ്പീഡ്, അതൊക്കെ എന്താണ്? അതൊക്കെ ഫ്ലോ വേരിയബിൾ ആണ്. അതെ, ഇതൊക്കെ ഫ്ലോയാ, ഇങ്ങനെ ഒഴുകുക. ചേഞ്ചസ് എന്ന് കണ്ടോ? അത് ഫ്ലോയാ. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്, ചേഞ്ചസ് ഇൻ മണി സപ്ലൈ, ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ അത് ഫ്ലോ അല്ലേ? യെസ്, ഇൻവെൻട്രി, യെസ്, പഠിക്കും കേട്ടോ, നമ്മൾ ഇൻവെൻട്രി ഒക്കെ പഠിക്കും. ഇതാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. മറന്നു പോവരുത്. യു ജസ്റ്റ് സ്റ്റഡി വാട്ട്. ചിലപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ എന്നായിരിക്കും. സോ യു ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ്, വാട്ട് ഇസ് മെന്റ് ബൈ ദാറ്റ്. ഓക്കെ, പക്ഷെ ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തരും, ഈ വേരിയബിൾസ് തന്നിട്ട് ഇത് കാറ്റഗറൈസ് ചെയ്യാൻ പറയും. വിച്ച് വൺ ഈസ് ഫ്ലോ വേരിയബിൾ ആൻഡ് വിച്ച് വൺ ഈസ് സ്റ്റോക്ക് വേരിയബിൾ എന്നായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇത് തന്നെ പഠിച്ചാൽ മതി. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുക. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിളിൻ്റെ വേരിയബിൾസ് തന്നിട്ട് കാറ്റഗറൈസ് ദം എന്നായിരിക്കും ചോദിക്കുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ആരോട് ചോദിക്കുന്നത്? ആരോടാ ചോദിക്കേണ്ടത്? ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത്? പ്രിയ, ഓക്കെ, പ്രിയ സെഡ് ഓക്കെ. ലിജി ഓൾസോ സെഡ് ഓക്കെ മാം. ഓക്കെ. അപ്പം എന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ. ക്ലിയർ. അപ്പം എന്നാൽ ഇനി അടുത്ത ഇതുവരെ എടുത്ത ടോപ്പിക്കൊക്കെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് മീ കണ്ടിന്യൂ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. ഇനിയാണ് മക്കളെ നമ്മൾ ശരിക്കും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കിക്കേ, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോസ്, നെറ്റ് ടേംസ് മക്കളെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതുവരെ ഉള്ള പോലെയല്ല, ഇനി നമ്മൾ കുറച്ച് ടേംസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. കുറേ കേട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. ഓക്കെ, നോക്കിക്കോളൂ. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ
വലുത്. ഓക്കെ, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മൈ ഗ്രോസ് സാലറി ഈസ് 1 lakh എന്ന് വിചാരിക്കുക. ഞാനൊരു ആഗ്രഹം പറഞ്ഞാണ്, മൈ ഗ്രോസ് സാലറി എത്രയാണ്? 1 lakh. അപ്പോൾ എൻ്റെ ഗ്രോസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളതാണ് എൻ്റെ എന്ത് 1 lakh എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുന്ന വരുമാനം, ഒരു മാസം എനിക്ക് കിട്ടുന്ന വരുമാനം 1 lakh. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ജിൻസി സാറ ജോൺസൺ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് സ്റ്റോക്കാ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ. ഇനി അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ളതാണ്. ഈ ഗ്രോസ് നിന്ന് എന്തൊക്കെയോ കുറയ്ക്കുന്നതാണ് എന്ത് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെറ്റ് എന്ന് പറയുന്നത് എന്താണ്? മിസ്സിന് ഇപ്പോൾ ഒരു മാസം എത്ര കിട്ടും പറഞ്ഞല്ലോ? 1 lakh കേട്ടോ. അപ്പോൾ 1 lakh കിട്ടുകയാണെങ്കിൽ എന്ത് അതാണ് മൊത്തം എനിക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്ന വരുമാനം 1 ലക്ഷം രൂപയാണ്. അതാണ് എൻ്റെ ഗ്രോസ് കേട്ടോ. നേരെ മറിച്ച് കളിയാക്കിയത് മനസ്സിലായി, ഡസൻ മാറ്റർ. ഓക്കെ, ഇനി നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് നിന്ന് ഞാൻ എന്തൊക്കെയോ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ സാലറി 1 lakh, സാലറി 1 lakh ആണെന്ന് വിചാരിക്കുക. ഈ 1 lakh ഇതെൻ്റെ ഗ്രോസ് ആണേ മക്കളെ, ഗ്രോസ് സാലറി ആണേ, ഗ്രോസാ. ഈ 1 lakh എനിക്ക് 25,000 എന്തിനു കൊടുക്കണം? ടാക്സ് കൊടുക്കണം. എല്ലാ മാസം ഉണ്ടായാലും എൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഈ ടാക്സ് കൊടുക്കണം. അപ്പം ഞാൻ ഈ 1 lakh ഈ കൊടുക്കുന്നത് എന്ത് ചെയ്യണം? ഒഴിവാക്കുകയാണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട് മക്കളെ? ഐ വിൽ ഗെറ്റ് ഓൺലി 75,000. ഈ 75,000 ആണ് എൻ്റെ എന്ത് നെറ്റ് കേട്ടോ. മൈ നെറ്റ് പേ എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണ്. ഇപ്പോൾ സാലറി ഒക്കെ തരുന്ന സമയത്ത് 1 lakh ഒക്കെ ഉണ്ടെങ്കിലും കയ്യിൽ കിട്ടുന്നത് എന്തൊക്കെയോ കുറയ്ക്കും. PF അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ കുറയ്ക്കും. ഗ്രോസ് കാണുമ്പോൾ വലിയ സംഖ്യ, നെറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പിടുത്തങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി കിട്ടുന്നതാണ് എന്ത് നെറ്റ്. ക്ലിയർ? മനസ്സിലായോ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം? ഗ്രോസ് എന്ന് പറയുമ്പോൾ മക്കൾ ചിന്തിക്കണം മൊത്തമാണ്, ഒരു വലിയ സംഖ്യയായിരിക്കും ഗ്രോസ്. പക്ഷെ അതിന് എന്തൊക്കെയോ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെറ്റായിരിക്കും. നോക്കിയേ, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും, തേയ്മാനമാണ് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഒരു കാറ് വാങ്ങി, 3 lakhsനൊരു കാറ് വാങ്ങി. ഈ കാറ് നമ്മൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഗ്രീൻ കളർ മാറ്റൂ ആർക്കും കാണുന്നില്ല. ഇതിൽ എഴുതിയതാണോ കാണാത്തെ? ആർക്കാ കാണാത്തെ? ഞാൻ എഴുതുന്നത് കാണുന്നുണ്ട്, പക്ഷേ ദിസ് വൺ കാണുന്നുണ്ടല്ലോ. ക്രോണോസിന് കാണുന്നു. നിരഞ്ജുവിന് വാട്ട് ഹാപ്പൻ നിരഞ്ജു? അപ്പോൾ ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ക്ലിയർ കുറവുണ്ട് എനിക്ക് തോന്നുന്നു. ഈ ലെറ്റർ ഇത് വൈറ്റ് ആയതുകൊണ്ടാണോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും, കളർ മാറുന്നുണ്ട്. ഓക്കെ, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഞാനൊരു കാറ് വാങ്ങി 3 lakhs. അന്ന് കാറിന് വിലക്കുറവായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ കാറ് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ കാറ് വിൽക്കുമ്പോൾ എനിക്ക് 3 ലക്ഷം രൂപ കിട്ടുമോ? ഇല്ല, എനിക്ക് 1 ലക്ഷം രൂപയുള്ളൂ. ഞാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ഗ്രോസ് എത്രയായിരുന്നു? ബ്രൈറ്റ് ഗ്രീൻ ആയതുകൊണ്ടാണ് ഞാൻ നല്ല സെറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിപ്രീസിയേഷൻ. അപ്പം നെറ്റ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഡിപ്രീസിയേഷൻ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഡി എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഡി കണ്ടാൽ ആലോചിച്ചോളാം ഡിപ്രീസിയേഷൻ കേട്ടോ. ഓക്കെ, നൗ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ദ എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് NFIA. ഓക്കെ, നെറ്റ് ഷോർട്ട് ഫോം ആണ് കേട്ടോ. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA. ഓക്കെ, നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ത്യക്കാരിയാണ് അല്ലേ. ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ കൺട്രി ഫ്രം എബ്രോഡ്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം ഇല്ലേ, മൈനസ് നമ്മുടെ രാജ്യത്തു നിന്ന് അങ്ങോട്ട് പോയത്. അത് രണ്ടും കൂടെ കുറയ്ക്കുമ്പം കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എക്സാമ്പിൾ നോക്കിക്കോളൂ. അതായത് ഞാൻ ഇന്ത്യക്കാരിയാണ്, ഞാൻ അമേരിക്കയിൽ പോയി എന്ന് വിചാരിക്കുക. ഞാൻ അമേരിക്കയിൽ പോയി പണിയൊക്കെ ചെയ്ത് ഒരു മാസം കഴിയുമ്പം ഞാൻ അതർ കൺട്രി എബ്രോഡ് അതർ കൺട്രീസാണ്. ഞാൻ അമേരിക്കയിലേക്ക് പോയി ഞാൻ അവിടെ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു മാസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ശമ്പളം എങ്ങോട്ട് അയക്കുന്നു? ഇന്ത്യയിലേക്ക് അയക്കുന്നു. അത് ഇൻകമിങ് ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ. അതുപോലെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നുണ്ടാവും പൈസ.
അണ്ടർസ്റ്റുഡ്? അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? നമ്മുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ക്ലിയർ? അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് 100 രൂപയാണെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എത്രയാണ്? 0. ഞാൻ അമേരിക്കയ്ക്ക് അങ്ങോട്ട് പോയത് 100, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് 100. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല, അത് ഈക്വലായി ഇല്ലേ? അപ്പോൾ അത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്തായി? 0. നേരെ മറിച്ച് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് 1000 രൂപയാണ്. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയത് 500 രൂപയാണ്. അപ്പോൾ എത്രയാ നെറ്റ് ഫാക്ടർ ഇൻകം? 500. നമുക്ക് ലാഭമല്ലേ വന്നത്? 1000 ഇങ്ങോട്ട് വന്നു, പക്ഷെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയത് 500 ഉള്ളൂ. അപ്പോൾ ഈ 500 നമുക്ക് നല്ലതല്ലേ? അയ്യോ, പ്രസന്റ് മിസ്. യെസ്, വിഷ്ണു കുട്ടായ്. 500. അത് നമ്മുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. ഇത് മക്കളെ പോസിറ്റീവ് ആണ്. ഈ 500 ചിലപ്പോൾ നെഗറ്റീവ് വരാം. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്, അമേരിക്കയിലേക്ക് പോയത് 1000, പക്ഷെ പാവം ഇന്ത്യയിലേക്ക് വന്നത് 500. അപ്പം നമ്മുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എത്രയാ? മൈനസ്. മിസ്, ഇത് കുറച്ച് കൺഫ്യൂസിങ് അല്ല, ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നാൽ മതി, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവില്ല കേട്ടോ. മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം എന്താ? നമ്മൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയപ്പോൾ 1000 അങ്ങോട്ട് പോയി, പക്ഷേ അമേരിക്കയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നത് 500 ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമാണോ? ആണ്. -500 അല്ലേ? നമ്മുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എത്രയാവും? മൈനസായി. മനസ്സിലായോ? നമുക്ക് എങ്ങനെ ഈ ഇൻകം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നിന്ന് മക്കളെ കുറേ ആൾക്കാർ പുറം രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ വരുമാനം എവിടേക്ക് വരുന്നുണ്ട്? ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവർ റിലേറ്റീവ്സിന് അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കില്ലേ? അതാണ് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന വരുമാനം കേട്ടോ. ഫ്രം എബ്രോഡ്, ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണോ? NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അത് സാരമില്ല കേട്ടോ വിഷ്ണു, ഞാൻ തുടക്കമൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ക്ലിയർ ആണോ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കേട്ടോ. നിങ്ങളിത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ നെറ്റ് ഫാക്ടർ ഇൻകത്തിൻ്റെ ഒരു വാല്യൂ തന്നെ തന്നിരിക്കും. സോ ഡോണ്ട് വെറി കേട്ടോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ് കാണുകയെന്ന്. ഇൻഡയറക്റ്റ് ടാക്സ് കാണാനുള്ള ഫോർമുല NIT എന്ന് പറയും കേട്ടോ. ഷോർട്ട് ഫോം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിന് ഷോർട്ട് ഫോം എന്തെഴുതിയാൽ മതി? NIT എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നൊന്നും എഴുതി വെക്കരുത്. ഇമ്പോർട്ടൻ്റ് സ്റ്റാർ ഇടണോ? ഒരു മിനിറ്റ് ഇപ്പോൾ സ്റ്റാർ ഇടാം. സ്റ്റാർ കാണാനില്ല, നോക്കട്ടെ സ്റ്റാർ ഇടാം. അതാ, ഇത് ഇമ്പോർട്ടൻ്റാ. അപ്പം ഞാൻ അടുത്തതും സ്റ്റാർ ഇടണോ? ഇതൊക്കെ സ്റ്റാറാട്ടോ. ഇതൊക്കെ സ്റ്റാറാണേ. കുറേ സ്റ്റാർ ഇടണോ? ഇതൊക്കെ ഇട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഇത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സ്റ്റാർ ഇടൂ. സ്റ്റാർ ഇട്ടു നീത്ത് കൂട്ടാ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ എൻ്റെ പെന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, നൗ നെറ്റ് ഫാക്ടർ ഇൻകം, ഇത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഐ അണ്ടർസ്റ്റുഡ് വിഷ്ണു, എനിക്ക് മനസ്സിലായി. ഇപ്പം പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നെക്സ്റ്റ് ടൈം ഇറ്റ് വിൽ നോട്ട് കം. ഇത് ഞാൻ ചോദിച്ചതാണ് ഇത് സെറ്റ് ആവുമെന്ന്, പക്ഷെ സെറ്റായില്ല. ഞാൻ താഴെ എഴുതിത്തരാം കേട്ടോ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാൻ ഇൻഡയറക്റ്റ് ടാക്സ്, ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് എന്ത് ചെയ്താൽ മതി? സബ്സിഡി. ഓക്കെ, ഇതാണ് ഫോർമുല, മറന്നു പോവരുത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് NIT കാണാൻ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാൻ, ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ക്വസ്റ്റ്യനിൽ ഇവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ IT ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാനുള്ള ഫോർമുല. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. സോ സോറി നിരഞ്ജു, ദിസ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് കളർ. ഇതൊന്നും അല്ല കുഞ്ഞേ, പക്ഷെ എന്താ അറിയില്ല കേട്ടോ. മിസ്സേ, സബ്സിഡി എന്താ? സബ്സിഡി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുക്കില്ലേ,
അതാണ് നമ്മുടെ സബ്സിഡി. ഇപ്പം നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഫേം സാധനം പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും ടാക്സ് ഒക്കെ നമ്മൾ പിടിക്കും, പക്ഷേ അതിന് കൂടെ ഇവർക്ക് സാധനങ്ങൾ എടുക്കാനുള്ള സബ്സിഡി നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഇൻഡസ്ട്രീസിനൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് സബ്സിഡി. നൗ ദ നെക്സ്റ്റ് വൺ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇടാൻ പോവുകയാണേ. നോക്കിക്കോളൂ, എന്ത് വേണം. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒറ്റ സ്റ്റാറേ വന്നുള്ളൂല്ലോ, കുറേ സ്റ്റാർ വേണം കേട്ടോ. ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റാറും ചന്ദ്രക്കലയൊക്കെ ഓക്കെ, ഇതെല്ലാം വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എത്ര മാർക്കിനാണെന്നറിയോ? 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. ക്ലിയർ? അതായത് സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ ഇക്കോണമി. ഒരു 2 സെക്ടർ ഇക്കോണമിയിൽ സർക്കുലർ 2 സെക്ടറേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലെ എന്താണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആണോ? ഈ ചാർട്ട് ക്ലിയർ ആണോ? അത് അറിഞ്ഞാൽ മതി. 4 മാർക്ക്. യെസ്, 3ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, ഒരു 2 സെക്ടർ മോഡൽ ആണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണേ. ഒരൊറ്റ പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യും. ഞാൻ പറയുന്ന ആ ഫ്ലോയിൽ ഈ ചാർട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, 2 എണ്ണം വരയ്ക്കുക. ഹൗസ് ഹോൾഡും ഉണ്ട്, ഫേമും ഉണ്ട്. കണ്ടോ? ഹൗസ് ഹോൾഡും ഉണ്ട്, എന്താണ്, ഫേമും. ഇവർ 2 സെക്ടർ എന്ന് പറഞ്ഞാൽ 2 ആളെ വരുള്ളൂ. ആരൊക്കെയാണ്? ഒന്ന് ഹൗസ് ഹോൾഡും ഒന്ന് എന്താണ്, ഫേം. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള വീട്ടുകാരാണ് ഹൗസ് ഹോൾഡ്. ഫേംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സാധനം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ് ഫേംസ്. ആദ്യം ഈ ഹൗസ് ഹോൾഡ് ഇവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നറിയോ? ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യും. കാരണം ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലാണ് ലേബറേഴ്സ് ഉള്ളത്, ലാൻഡും ഒക്കെ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് ഇവർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേംസ് അവർക്ക് എന്ത് കൊടുക്കണം? ഇവർ ഈ ഹൗസ് ഹോൾഡ് ഫേമിൽ ചെന്ന് പണിയെടുക്കുകയാണ് ഇപ്പം. അപ്പം തിരിച്ച് ഈ ഫേം ഇവർക്ക് എന്ത് കൊടുക്കും എന്നറിയോ? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഒക്കെ അങ്ങോട്ട് കൊടുക്കും. വേണ്ടേ? ഫേം ഈ ഹൗസ് ഹോൾഡ് ഇവിടെ പോയി പണി ചെയ്യാണ്. ഇവരെ വാങ്ങിച്ചതാ. അപ്പം ഇവിടെ ചെന്ന് ഇവർ പണിയെടുക്കും, ലാൻഡും ലേബറും ഒക്കെ. അപ്പം തിരിച്ച് ഇവർ ഇൻകം കൊടുക്കണം. ലാൻഡിന് റെന്റ് കൊടുക്കും. അതൊക്കെ അങ്ങനെ ഇതിൻ്റെ വേണ്ട അസംഷൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇത് ഇവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പം നോക്കിയേ, ഇവർക്കിപ്പം റെന്റ് കിട്ടി, വേജ്, സാലറി ഒക്കെ ആയി വീട്ടുകാർക്ക് അല്ലേ. അപ്പം ഇവരെന്ത് ചെയ്യും എന്നറിയോ? ഇവര് എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ ചെയ്യും, അതായത് ചെലവാക്കും. ഇവരുടെ കയ്യിൽ ഇപ്പോൾ പൈസ വന്നല്ലോ. അപ്പോൾ ഫേംസ് ഇവിടെ സാധനം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ദേ വിൽ മേക്ക് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവരിവിടെ സാധനങ്ങൾ ആവശ്യപ്പെടും. ആര്? ഹൗസ് ഹോൾഡ് ഇങ്ങോട്ട് പൈസ ചെലവാക്കും. കാരണം സാധനങ്ങളും സേവനങ്ങളും ഇവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങോട്ടേക്ക് സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഇവിടേക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തിരിച്ചെന്ത് കൊടുക്കണം? ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവർക്ക് കൊടുക്കണം. ഹൗസ് ഹോൾഡിന് എന്ത് കൊടുക്കണം? ഗുഡ്സ് ആൻഡ് സർവീസസ് തിരിച്ചു കൊടുക്കും. അപ്പം 4 രീതിയിൽ സർക്കുലർ. നോക്കിക്കോളൂ, ഇവിടെ ഇത് കാണുന്നില്ലേ? ഈ സംഭവം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടോ? സെയിം ചാർട്ട് തന്നെയാണ്, കുറച്ചും കൂടെ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ആരോട് ചോദിക്കാൻ? ഈ ചാർട്ട് ക്ലിയർ അല്ലേ? നോക്കിക്കോളൂ, ഇതിൽ നമ്മൾ ആദ്യം തുടങ്ങുക. ഇവിടെ ഫേം ഉണ്ടാവും, ഇവിടെ ഹൗസ് ഹോൾഡ്. ഇവിടെ ഹൗസ് ഹോൾഡ് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഫേം എഴുതിയിട്ടുണ്ട്. ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ ഹൗസ് ഹോൾഡ് ഈ ഹൗസ് ഹോൾഡ് അല്ലേ, ഈ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ദേ പ്രൊവൈഡ് ഫാക്ടർ സർവീസസ്. കണ്ടോ? ദേ പ്രൊവൈഡ് ഫാക്ടർ സർവീസസ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസ് ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും ഫേംസിന്. തിരിച്ച് ഈ ഫേം ഇവർക്ക് എന്ത് കൊടുക്കും? ദേ ഗീവ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കൊടുത്തു. അതാണ് ഫാക്ടർ പേയ്മെന്റ്സ്. ഇത് ഫാക്ടർ സർവീസസ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തു. തിരിച്ച് ഇവർക്ക് എന്ത് കൊടുത്തു? ഫാക്ടർ പേയ്മെന്റ്സ് കൊടുത്തു. അപ്പൊ ചിന്തിക്കുക, ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട്. അതായത് ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ ഇപ്പൊ പൈസയായി. അങ്ങനെ പൈസ വന്നാൽ ഇവരെന്ത് ചെയ്യും? ദേ വിൽ മേക്ക് എക്സ്പെൻഡിച്ചർ. അവർ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാൻ പൈസ ചെലവാക്കും. ഇവിടെ ഇവരുണ്ടാക്കി അല്ലേ, ചെലവാക്കും. അങ്ങനെ ചെലവായി കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഇവർ തിരിച്ചെന്ത് ചെയ്യും? ദേ പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കണ്ടോ? അവര് ഗുഡ്സ് ആൻഡ് സർവീസസ് തിരിച്ചെന്ത് ചെയ്യും? അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഇതില് ഡയഗ്രാം ഷോസ് റിയൽ ഫ്ലോ, മണി ഫ്ലോ എന്ന് പറയുന്നുണ്ട്. കണ്ടോ? ഇതിൽ ഉള്ളിലുള്ള 2 എണ്ണം, അതായത് ഫാക്ടർ സർവീസസും ഗുഡ്സ് ആൻഡ് സർവീസസും, അതായത് ഇതും
ഇതും ഗുഡ്സ് ആൻഡ് സർവീസസ് ഇല്ലേ, അത് നടക്കുന്നത് അവിടെ പണപരമായിട്ടുള്ള ഒരു ഡീലിങ്ങും ഇല്ല. കാരണം ഇവിടെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസ്, സർവീസസ് ആണ് കൊടുക്കുന്നത്. ഇവിടെയും ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇവിടെ പണം വെച്ച് ട്രാൻസാക്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? റിയൽ ഫ്ലോ. അതാണ് എന്ത്? റിയൽ ഫ്ലോ. അതായത് ഇന്നർ ആരോസ്, ഈ രണ്ട് നടുക്ക് ഇന്നർ ഇല്ലേ, ഇതാ ഇവിടെ കിടക്കുന്നില്ലേ, ഈ ഉള്ളിൽ കിടക്കുന്ന രണ്ട് ആരോസ് ഇല്ലേ, അത് കാണിക്കുന്നത് റിയൽ ഫ്ലോയാ. നേരെ മറിച്ച് ഇവിടെ അതായത് ഫാക്ടർ പേയ്മെന്റ്സ് കണ്ടോ, ഇവിടെ കണ്ടോ ഫാക്ടർ പേയ്മെന്റ്സ് പണമായിട്ടാ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ഒക്കെ അല്ലേ. അതേപോലെ എക്സ്പെൻഡിച്ചർ, പൈസയായിട്ടല്ല ഇവിടെ എക്സ്പെൻഡിച്ചർ നടക്കുന്നത്. അതെന്ത് ഫ്ലോയാ മക്കളെ? പണപരമായിട്ടാണ് അവിടെ ഫ്ലോ നടക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്? മണി ഫ്ലോ. അപ്പൊ ഈ ഉള്ളിലുള്ളത് റിയൽ ഫ്ലോ ആണ്. ദർ ഇസ് നോ ട്രാൻസാക്ഷൻ, അതായത് പണപരമായിട്ട് ദർ ഇസ് നോ മണി ട്രാൻസാക്ഷൻ ഇവിടെ ഇതിലും നടക്കുന്നില്ല. ഇവിടെ ഗുഡ്സും സർവീസസും മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് ഇസ് റിയൽ ഫ്ലോ. ഓക്കെ, പക്ഷേ ഈ ഔട്ടർ ആരോസ് കണ്ടോ, ഫാക്ടർ പേയ്മെന്റ്സും ഗുഡ്സ് ആൻഡ് എക്സ്പെൻഡിച്ചറും കണ്ടോ, അതൊക്കെ പണപരമായിട്ടാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് മണി ഫ്ലോ. ഇത് പരീക്ഷയ്ക്ക് ഈ സർക്കുലർ ചാർട്ട് വരയ്ക്കാനുണ്ടാവും. എന്നിട്ട് അവർ നിങ്ങളോട് ചോദിക്കും ഏതൊക്കെയാണ് റിയൽ ഫ്ലോ, ഏതൊക്കെയാണ് മണി ഫ്ലോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എടുത്തെഴുതണം ഏതൊക്കെയാണ് മണി ഫ്ലോ, ഏതൊക്കെയാണ് റിയൽ ഫ്ലോ. റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഫാക്ടർ സർവീസസും ഗുഡ്സ് ആൻഡ് സർവീസസുമാണ്. ഫാക്ടർ പേയ്മെന്റ്സും എക്സ്പെൻഡിച്ചറും മണി ഫ്ലോയാണ്. ഓക്കെ, ക്ലിയർ ആയോ? മണി ഫ്ലോ, റിയൽ ഫ്ലോ ക്ലിയർ? ഹലോ, ക്ലിയർ ആണോ? മണി ഫ്ലോ, റിയൽ ഫ്ലോ. ചാറ്റ് റേറ്റ് ഇസ് വെരി ലെസ്. ആരും പറയുന്നില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. ക്ലിയർ? ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടു സെക്ടർ ഇക്കോണമിയിലെ ട്രാൻസാക്ഷൻ ആണ്, സർക്കുലർ ഫ്ലോ ഇൻകം ആണ്. ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഡ്രോ എ സർക്കുലർ ഫ്ലോ ചാർട്ട് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യുക, ഇവിടെ ഒരു ഫേം എന്നൊരു ബോക്സ് എഴുതുക, ഹൗസ് ഹോൾഡ് തരിക. എന്നിട്ട് ചിന്തിച്ചാൽ കിട്ടും. ഹൗസ് ഹോൾഡ് അവർക്ക് അത് കൊടുക്കുന്നു, തിരിച്ചവരിത് തരുന്നു. അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ? ഓക്കെ ടീച്ചർ, ക്ലിയർ? ക്ലാസ് എപ്പോൾ തീരും? അതാണ് ചോദിച്ചത്. ഏതാണ്ട് നമ്മൾ പകുതിയായി കേട്ടോ. ഓക്കെ, നൗ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ഇതാണ് സ്റ്റാർ ഇടട്ടെ, സ്റ്റാർ ഇടട്ടെ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാണുന്നുണ്ടോ? ദാ കാണുന്നുണ്ടോ? ദിസ് ഈസ് അവർ 8 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ 8 മാർക്കിൻ്റെ എന്ത് ക്വസ്റ്റ്യൻ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാ ഇത് 8 എസ് എ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. എസ് എ ക്വസ്റ്റ്യൻ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 10 പേജിൽ എഴുതണമെന്ന്. വേണ്ട. ഇപ്പോൾ കോമ്പറ്റീഷൻ മാർക്കറ്റ് 2 എക്സാം ഉണ്ട്, 2 ചാപ്റ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് 8 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത് പോയിന്റുകൾ മാത്രം എഴുതി പിടിപ്പിക്കുക. നമ്മളിനി കയറുകയാണ് കേട്ടോ. ഇതൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോർമുലാസ് പഠിച്ചാൽ നമുക്ക് പിന്നെ അടുത്തില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ ടേക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. നമുക്ക് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. സെക്കൻഡ് മെത്തേഡാണ് ഇൻകം മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ മൊത്തം എത്ര മെത്തേഡ് ഉണ്ട്? 3 മെത്തേഡ്സ്. കുറേ സ്റ്റാർ ഇങ്ങനെ പോണെങ്കിൽ ലൈൻ പോലെ വലിച്ചാൽ മതിയോ? വലിക്കാം കേട്ടോ അടുത്ത പ്രാവശ്യം. ഓക്കെ, ഷുവർ ആണ്, എസ് എക്ക് ഷുവർ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം നാഷണൽ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട് മക്കളെ. വി കോൾ ഇറ്റ് ആസ് ഔട്ട്പുട്ട് മെത്തേഡ്. നമ്മളിതിനെ വേറെ ഔട്ട്പുട്ട് മെത്തേഡ് എന്നും കൂടെ വിളിക്കാറുണ്ട് കേട്ടോ. വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. വാല്യൂ ആഡഡ് മെത്തേഡ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, എന്ത് മെത്തേഡ് ആണെങ്കിലും യു ജസ്റ്റ് സ്റ്റഡി പ്രോഡക്റ്റ് മെത്തേഡ്. പിന്നെ 2 മെത്തേഡ് ഇൻകവും എക്സ്പെൻഡിച്ചറും. ഇൻകവും എക്സ്പെൻഡിച്ചറും ഒക്കെ വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിനിറ്റ്, എനിക്കൊരു സജഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇതാ നോക്കട്ടെ, പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് വലിച്ചു, കുറേ സ്റ്റാർ ഇട്ടു. ആരും എന്നോട് പറഞ്ഞു വലിക്കും മിസ്, സ്റ്റാർ ആഡ് ചെയ്യും. യെസ്, കുറേ പ്രോഡക്റ്റ് മെത്തേഡ്. ഇത് എത്രാമത്തെ മെത്തേഡാണ്? നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ മക്കളെ പഠിക്കുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. മൈ ഗോഡ്, സംതിങ് ആൻഡ് ഓൾ കെയിം. ഓക്കെ, വെർ ഈസ് മൈ പെൻ? ഫസ്റ്റ് മെത്തേഡ് പ്രോഡക്റ്റ് മെത്തേഡ്. ഓക്കെ, പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് കാണണം? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണണം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് ഔട്ട്പുട്ടും കാണണം. ദെൻ വാല്യൂ ആഡഡ് ഓഫ് ദ ഫേമും കാണണം.
അതായത് ഓരോ ഫേംസും എത്ര ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മൂല്യം, അതിനെ പണപരമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. വാല്യൂ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആദ്യം കാണണം. നമ്മുടെ ഈ ഇന്ത്യയിൽ എത്രയോ ഫേംസ് ഉണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? ആ ഓരോ ഫേംസും എത്ര ഉണ്ടാക്കിയിട്ടുണ്ട് സാധനങ്ങളെന്ന് കാണണം. കോടിക്കണക്കിന് ഫേംസ് ഉണ്ട് മക്കളെ അല്ലേ? ഇഷ്ടംപോലെ സ്ഥാപനങ്ങളില്ലേ? ഇവരൊക്കെ എത്രത്തോളം ഉണ്ടാക്കി അളവ് കണ്ടുപിടിക്കണം. ആ അളവിനെ നമ്മൾ ആ അളവിൻ്റെ എന്ത് കാണണം? വാല്യൂ, മൂല്യം കണ്ടുപിടിക്കണം. പൈസയായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? GDP കാണും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാണും. അപ്പം ഈ essay ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിനകത്ത് കുറേ വേർഡ്സിലും കുറേ ഇതിലൊന്നും എഴുതാനില്ല, ജസ്റ്റ് ഫോർമുലാസ് മാത്രം എന്ന് വിചാരിച്ച് തുണ്ട് എഴുതി കൊണ്ടുപോകരുത് പരീക്ഷയ്ക്ക് കേട്ടോ. ഓക്കെ, അവിടെ ആയുസു ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണോ എന്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്. നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളുടെയും മൂല്യമാണ് എന്ത്? നമ്മുടെ ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ഉണ്ടാക്കിയ സാധനങ്ങൾ. ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇൻവെൻട്രീസ് പഠിക്കും. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെയിൽസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി. അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ Q ഇൻറ്റു P ചെയ്താൽ മതി. അതായത് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഇപ്പം ഞാനൊരു ഫേമാണ്, ഞാൻ 100 ക്വാണ്ടിറ്റി ഉണ്ടാക്കി. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയുടെ വില 10 രൂപയാണ്. അപ്പോൾ 100 ഇൻറ്റു 10 ചെയ്താൽ എനിക്ക് എൻ്റെത് കിട്ടി, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടി. എൻ്റെത് ക്വാണ്ടിറ്റി ഞാൻ 100 എണ്ണം ഉണ്ടാക്കി, 10 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ് അല്ലേ? എൻ്റെ വാല്യൂ എത്രയായി? 1000 ആണ്. ഇതാ 1000 ആണ് എൻ്റെ വാല്യൂ. അതേപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട ഡെഫിനേഷൻ ഒന്നും വേണ്ട. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം എന്താ പറയുക ഫേംസ് ഉണ്ടോ അവരുണ്ടാക്കിയതൊക്കെ ഇതേപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കാണണം. മനസ്സിലായോ? അതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. എന്നിട്ട് ഇനിയാണ് ഇൻവെൻട്രീസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഇൻവെൻട്രി ഉണ്ട് എന്ന് ഇല്ലേ? ഒരു ഇൻവെൻട്രീൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഇൻവെൻട്രീസ് എന്താന്ന്? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. അതായത് ഏതൊരു ഫേംസിനും ഏതൊരു ഇൻഡസ്ട്രിക്കും എന്തുണ്ടാവും? ഒരു അവസാനമാവുമ്പോൾ, ഒരു കൊല്ലത്തിൻ്റെ അവസാനമാവുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. അതായത് ചില സാധനങ്ങൾ വിൽക്കാൻ പറ്റാതെ ഉണ്ടാവും. ചില സമയത്ത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും, അത് മുഴുവനും പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ബാക്കി ഉണ്ടാവും. ഇപ്പം ഞാനൊരു അംബ്രല മാനുഫാക്ചറാണെന്ന് വിചാരിക്കുക. ഞാൻ കുട ഉണ്ടാക്കുന്ന ഒരു ഫേമാണ് എനിക്കെന്ന് വിചാരിക്കുക. ഈ കുട ഞാൻ ഡിസംബർ 31 ആയപ്പോൾ എനിക്ക് കുറേ കുട വിൽക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? ഒരു 1000 കുട ബാലൻസ് ഉണ്ട്. അത് എൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സാണ്. സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്. കുടയുടെ കാലൊന്നും വെക്കാതെ വെറുതെ ഇത് മാത്രം ആക്കി വെച്ചിട്ടുണ്ട്, സെമി പകുതിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കുട ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഒരു ഭാഗത്ത് കൂടി കിടപ്പുണ്ട്. ഇതെല്ലാം ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് വാട്ട് ചിൽഡ്രൻ? ഇൻവെൻട്രീസ്. അത് പരീക്ഷയ്ക്ക് പഠിക്കണം. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, റോ മെറ്റീരിയൽ ആണ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരൊറ്റ വർഷത്തെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. ചപ്പാത്തി ഞാൻ രാത്രി 9 മണിക്ക് ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ആ 9 മണിക്ക് ഞാൻ 5 ചപ്പാത്തി ഉണ്ടാക്കി. ഞാൻ 3 എണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണം എന്താണ്? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. 2 ചപ്പാത്തി എന്താണ്? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. നേരെ മറിച്ച് ഞാൻ 5 എണ്ണ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ആക്കിയിട്ടുള്ളൂ, പക്ഷേ കുറച്ച് മാവ് അവിടെ ഉരുട്ടി പരത്തി വെച്ചിട്ടുണ്ട്, അതെൻ്റെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് അല്ലേ? നേരെ മറിച്ച് ഈ മാവ് ഉണ്ടാക്കാനുള്ള പൊടി കുറച്ച് അവിടെ ബാക്കി ഇരിപ്പുണ്ട്, കുഴച്ചിട്ടില്ല, പൊടിയുണ്ട്, അത് എന്താണ്? റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അടുത്ത നാളത്തേക്ക് വേണമെങ്കിൽ എനിക്ക് അതൊക്കെ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാം. അടുത്ത കൊല്ലമല്ല, ചപ്പാത്തി അടുത്ത കൊല്ലത്തേക്ക് വെക്കാൻ പറ്റില്ല, അടുത്ത ദിവസത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെയോ ഒരു ഫേമിൻ്റെയോ കാര്യത്തിലാണെങ്കിൽ അവിടെ ഉണ്ടാവും ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, റോ മെറ്റീരിയൽസ് ഒക്കെ ബാക്കി ഉണ്ടാവും. അതാണ് മക്കളെ നമ്മുടെ എന്ത്? ഇൻവെൻട്രീസ്. വരും പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ ജനുവരിയൊക്കെ എത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രീസ് ആണ്, ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ. അതായത് ഞാൻ പറഞ്ഞേ കുട ഉണ്ടാക്കി, ഐ ക്യാൻ സെൽ ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ അഡീഷൻ ടു സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പഠിക്കണം കേട്ടോ. അഡീഷൻ ടു സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, അതായത് എനിക്ക് ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അതിലേക്ക് കൂട്ടി കൊണ്ടുവരുന്നതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി ഓഫ് എ ഫേം ഇസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 100 കുട ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലേ? ആ 100 കുട അടുത്ത കൊല്ലത്തേക്കുള്ള എൻ്റെ എന്താണ്? ഇൻവെൻട്രി, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇനി ഇതൊന്നും essayക്ക് ഇതൊന്നും ഉൾപ്പെടുത്തണമെന്നില്ല കേട്ടോ.
ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് നോക്കൂ. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രീസ് മേ ബി അക്യുമുലേഷൻ ഓർ ഡീക്യുമുലേഷൻ. ചേഞ്ച് ഇൻ ഇൻവെൻട്രിയുടെ ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. കണ്ടോ, ഇത് പഠിക്കണം. ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാനുള്ള ഫോർമുലയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷ അവസാനത്തേക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് മൈനസ് തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു നോക്കിയാൽ മതി കേട്ടോ. തുടക്കത്തിൽ 1000 ആയിരിക്കും, പക്ഷേ അവസാനമായപ്പം 200 ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അതാണ് നമ്മുടെ എന്ത് ചേഞ്ച് ഇൻ ഇൻവെൻട്രി. ഈ ചേഞ്ച് ഇൻ ഏതൊരു ഫേമിനും ഈ ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ആവാം, ഡീക്യുമുലേറ്റഡ് ആവാം. അക്യുമുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മീനിങ് എന്താ? അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടി കൂട്ടി വെക്കുകയാണ്. ഡീക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല, കൂട്ടി വെക്കാനില്ല അവസാനമായപ്പോഴത്തേനും. പ്രൊഡക്ഷൻ മൈനസ് സെയിൽസ്. അതായത് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് മേ ബി അക്യുമുലേറ്റഡ് ആവാം അല്ലെങ്കിൽ ഡീക്യുമുലേറ്റഡ്, ഓപ്പോസിറ്റ് ആവാം. അടുത്ത കൊല്ലത്തേക്ക് കൂട്ടി വെക്കുന്നതാണ് അക്യുമുലേഷൻ. അടുത്ത കൊല്ലത്തേക്ക് കൂട്ടി വെക്കാൻ ഒന്നും ഇല്ലാത്തതായിരിക്കും എന്ത്? ഡീക്യുമുലേഷൻ. നോക്കിയേ, അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഇൻവെൻട്രി ഡ്യൂ ടു ഫോൾ ഇൻ ദ സെയിൽ ഓഫ് ഔട്ട്പുട്ട്. എനിക്കിപ്പോൾ അടുത്ത കൊല്ലം ഒരു 100 കുട ബാക്കി വെക്കണം. ഞാൻ 1000 കുടയാണ് ഉണ്ടാക്കിയത് ഒരു കൊല്ലം, പക്ഷെ എനിക്ക് അടുത്ത കൊല്ലത്തേക്ക് ഒരു 100 കുട ബാക്കി വെക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ മനഃപൂർവ്വം എൻ്റെ സെയിൽ കുറയ്ക്കുകയാണ്, എന്നിട്ടേ 100 എനിക്ക് പിച്ച വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ മനഃപൂർവ്വം അതായത് ഫോള് വരികയാണെങ്കിൽ, സെയിൽസിൽ ഫോള് വരികയാണെങ്കിൽ അത് അക്യുമുലേഷനാണ്. ഈ 100 കുട എനിക്ക് അടുത്ത കൊല്ലത്തേക്ക് വിൽക്കാം. നേരെ മറിച്ച് ഡീക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ ഈ 1000 കുടയെ ഞാൻ വിറ്റ് തീർന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അത് തികയാതെ പോയിട്ടുണ്ടാവും. അതാണ് ഡീക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് എടുത്തു വെക്കുന്നതാണ് അക്യുമുലേഷൻ. ഡീക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് ഇല്ല, എല്ലാം വിറ്റ് തീർന്നു കേട്ടോ. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആയിരിക്കും കാരണം, അപ്പോൾ അത് തീർന്നു. അപ്പോൾ അതാണ് അക്യുമുലേറ്റ് ചെയ്യാൻ, കൂട്ടി വെക്കുക, അടുത്ത കൊല്ലത്തേക്ക് കൂട്ടി വെക്കുന്നു. മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാണ്? സെയിൽ കുറയ്ക്കുക. ഒരു കൊല്ലത്തെ സെയിൽ അങ്ങോട്ട് കുറച്ചിട്ട് അടുത്ത കൊല്ലത്തേക്ക് എടുത്തു വെക്കുന്നത് അക്യുമുലേഷൻ. നേരെ മറിച്ച് അടുത്ത കൊല്ലത്തേക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ഡീക്യുമുലേഷൻ കേട്ടോ. ഈ അക്യുമുലേഷൻ എന്ന് പറയുന്നത് പ്ലാൻഡ് ആവാം, അൺപ്ലാൻഡ് ആവാം. ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം അടുത്ത കൊല്ലത്തേക്ക് നീക്കി വെക്കും, അത് പ്ലാൻഡ് ആണ്. നേരെ മറിച്ച് ചിലപ്പോൾ അൺപ്ലാൻഡ് ആയിരിക്കും, ഞാൻ വിചാരിക്കാതെ ചിലപ്പം അടുത്ത കൊല്ലത്തേക്ക് വന്നു പോവും, വരാതിരിക്കാം. അതാണ് അൺപ്ലാൻഡ്. നമ്മളൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല അൺപ്ലാൻഡ്. നേരെ മറിച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുകയാണ്. അതാ. അപ്പം ഇത് പഠിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്ത്? ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്. ക്ലിയർ? ഇത് വാല്യൂ ആഡഡ്. ഇനി വാല്യൂ ആഡഡ് കാണാൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഇത് പഠിക്കണം കേട്ടോ. വാല്യൂ ആഡഡ് കാണേണ്ട ഫോർമുല വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊന്നും പിന്നെ അവിടെ നിൽക്കട്ടെ, അത് ഓക്കെ. ഇനി ഗ്രോസ് വാല്യൂ, GVA എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ്. ഇത് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ഈ ഭാഗം. ഗ്രോസ് വാല്യൂ ആഡഡിനെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതാണ് GVA. ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ ഗ്രോസ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് മൈനസ് ചെയ്താൽ മതി, മൈനസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് കേട്ടോ. ഇനി NVA എന്ന് പറഞ്ഞ ഫുൾ ഫോം എന്താ അറിയോ? NVA നെറ്റ് വാല്യൂ ആഡഡ്. അപ്പം ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് എന്തോ ഒന്ന് കുറയ്ക്കുന്നതാണ് എന്ത്? നെറ്റ് വാല്യൂ ആഡഡ്. അതേതാ? ഡിപ്രീസിയേഷൻ. ഞാൻ പറഞ്ഞു D എന്ന് ഷോർട്ടാക്കി പഠിക്കാൻ, ഡിപ്രീസിയേഷൻ. ഇനി നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് വാല്യൂ ആഡഡ് മൈനസ് NIT. ഇതൊക്കെ പഠിക്കുക തന്നെ വേണം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പഠിക്കാൻ നിവർത്തിയില്ല. ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ മൊത്തം കിട്ടിയതിനെ മൈനസ് ഇന്റർമീഡിയറ്റ് കോസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ നെറ്റ് വാല്യൂ ആഡഡ് കാണാൻ എപ്പോഴും ഡിപ്രീസിയേഷൻ കുറയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കാറുണ്ട്. ഇത് രണ്ടും കൂട്ടാറില്ല, എപ്പോഴും എന്ത് ചെയ്യും? കുറയ്ക്കാറാണ് ചെയ്യാറ്. അത് ആലോചിച്ചിരുന്നാൽ മതി. ഓക്കെ. അതെ. ഇനി അടുത്തേ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഡബിൾ കൗണ്ടിങ് ഉണ്ട്. അതായത് 2-3 പ്രാവശ്യം കൂട്ടിപ്പോവും. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മോർ ദാൻ വൺസ്, അതായത് 2-3 പ്രാവശ്യം ഇരട്ടി കൂട്ടിക്കൊഴിയുക. അത് അവോയ്ഡ് ചെയ്യണം. ടു അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് നമ്മൾ എന്താ ചെയ്യാറെന്നറിയോ? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് മൈനസ് ചെയ്യും. വാല്യൂ, അതാ ഞാൻ പറഞ്ഞത്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് എന്ത് ചെയ്യണം? ഇന്റർമീഡിയറ്റ് കോസ്റ്റ് എപ്പോഴും കുറയ്ക്കണം. ഉദാഹരണത്തിന് ഒരു ഗോതമ്പ് കൃഷിക്കാരൻ ഗോതമ്പ് ഉണ്ടാക്കി, അത് ഇയാൾ ഗോതമ്പ് ഉണ്ടാക്കി വിറ്റു, 1 കിലോയ്ക്ക് 50 രൂപ. ഓക്കെ.
ഈ ഗോതമ്പ് കൊണ്ടുപോയിട്ട് നമ്മുടെ മില്ല് അയാൾ പൊടിക്കും. അപ്പോൾ അത് 60 രൂപയ്ക്ക് വിറ്റു. കണ്ടോ, നിങ്ങൾ നോക്കണം, അത് 60 രൂപയ്ക്കാണ് പിന്നെ അയാൾ വീറ്റ് ഫ്ലോർ ബേക്കറിക്കാരന് കൊടുക്കുന്നത്. ഈ ബേക്കറിക്കാരൻ ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് 70 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വാല്യൂ ആഡഡ് ഈ സെയിം സാധനം തന്നെയാണ് ഇങ്ങനെ കൂട്ടി വരുന്നത്. അപ്പോൾ അതിൽ ഇൻ്റർമീഡിയറ്റ് ആയ വീറ്റ് ഫ്ലോറിൻ്റെ ഇത് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്ത് പോകണം. മനസ്സിലായോ? കാരണം ഈ ബ്രെഡ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ എല്ലാം ആഡഡ് ആണ്. ആക്ച്വലി വീറ്റിന് 50 രൂപ പ്ലസ് 10 രൂപ പ്ലസ് പിന്നെ ഈ ബ്രെഡുകാരൻ വിറ്റത് 70 രൂപയ്ക്കും. അപ്പം ഇതിൽ 50ഉം 10ഉം ഒക്കെ ആഡഡ് അല്ലേ, അതൊക്കെ ഒഴിവാക്കണം എന്നാണ് ഇവർ പറയുന്നത്. അതായത് മെയിൻലി ഇൻ്റർമീഡിയറ്റ് ഗുഡായ വീറ്റ് ഫ്ലോറിൻ്റെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നാഷണൽ ഇൻകത്തിൻ്റെ അളവ് ഭയങ്കര വലുതായിരിക്കും. അത്രയൊന്നും ശരിക്കും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നാഷണൽ ഇൻകം കൂട്ടുമ്പോൾ നമ്മൾ ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കണം. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് കുറയ്ക്കണം, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. മനസ്സിലായോ? നൗ ദ നെക്സ്റ്റ് വൺ. സ്റ്റെപ്പ് 2 നമ്മുടെ കഴിഞ്ഞില്ല. നമ്മൾ ആദ്യം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സം ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഓൾ ദി ഇക്കോണമി. അതായത് നമ്മുടെ ഒരു രാജ്യത്ത് എത്രത്തോളം ഫേംസ് ഉണ്ടോ അവരൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളുടെ വാല്യൂ കണ്ടുപിടിക്കണം. നോക്കിയേ, ഫോർമുല കണ്ടോ? ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാനിവിടെ നോക്കിക്കോളൂ. അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫസ്റ്റ് ഫേം. ഇപ്പോൾ ഏതോ ഒരു ഫേം അതിൻ്റെ അവരുണ്ടാക്കിയ സാധനങ്ങളുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതേപോലെ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് സെക്കൻഡ് ഫേം. രണ്ടാമതൊരു ഫേം ഉണ്ട്. രണ്ടാമത് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫേം ഉണ്ട്, 1000 കോടിക്കണക്കിന് ഫേം ഇല്ലേ, അവരൊക്കെ ഉണ്ടാക്കിയ എന്ത് കാണണം, ഔട്ട്പുട്ട്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇങ്ങനെ കണ്ട് GVA ഓഫ് nth എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ലോകത്ത് 1 കോടി ഫേം ഉണ്ടെങ്കിൽ ഈ എന്നിൻ്റെ വാല്യൂ 1 കോടിയാണ്. അപ്പോൾ ഇവിടെ തോന്നുന്നു ഒന്നാമത്തെ ഫേം, രണ്ടാമത്തെ ഫേം, മൂന്നാമത്തെ ഫേം ഇവരൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ 1,00,000 കോടി ഫേം ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. വെരി ഗുഡ്, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈനലി വി വിൽ ഗെറ്റ് വാട്ട്, GDP. ഇതാണ് നമ്മുടെ നാഷണൽ ഇൻകം. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടും, GDP കിട്ടും. ഈ ഫോർമുല എഴുതണം പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. കാരണം നമ്മുടെ എന്ത് മെത്തേഡാണ് ഇത്, പ്രോഡക്റ്റ് മെത്തേഡ് അല്ലേ, പ്രോഡക്റ്റ് മെത്തേഡിൽ ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. പ്രോഡക്റ്റ് മെത്തേഡിൽ ഈ ഫോർമുല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, ഇങ്ങനെ കാണുമ്പം GVA ഓഫ് 1, GVA ഓഫ് 2, GVA ഓഫ് 3, 4, 5 എന്ന് കാണാം. അപ്പോൾ അവിടെ സ്ട്രൈക്ക് ചെയ്യണം, മിസ് ക്ലാസ് ആയോ, ഇതെന്താന്ന്, ഇത് പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പം ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫസ്റ്റ് ഫേം, സെക്കൻഡ് ഫേം, തേർഡ് ഫേം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇതൊക്കെ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് മെത്തേഡ് ആണെന്നുള്ള സാധനം നമ്മുടെ തലയിൽ കത്തണം. മക്കളെ, ഇത് essay ക്വസ്റ്റ്യനാണ്. essay എഴുതുമ്പം നിങ്ങൾ വേണമെങ്കിൽ യു സീ ദിസ്, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിതാ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇത് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇതൊന്നും വേണമെന്നില്ല, ഇൻവെൻട്രീസോ ഇതൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട essayയിൽ. പിന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് ഇതാണ്, സ്റ്റെപ്പ് 2 ആണ് മെൻഷൻ ചെയ്യേണ്ടത് കേട്ടാ. ഇത് മാത്സ് ക്ലാസ് അല്ല, നമ്മളിത് ഇങ്ങനെ ഇത്രയൊക്കെ പഠിക്കുന്നുള്ളൂ, പേടിക്കണ്ട, അത് മാത്സ് ഒന്നും അല്ല. പക്ഷേ essay ആയതുകൊണ്ട് മക്കളെ നമ്മൾ ഇതെല്ലാം ഇതിനകത്ത് എഴുതി പിടിപ്പിക്കണ്ടേ. യെസ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് കഴിഞ്ഞു മക്കളെ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ്. കണ്ടോ, ഇൻകം മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. അതിൽ സ്റ്റെപ്പ് 1 എന്താണ്, എല്ലാവർക്കും കൊടുക്കുന്ന ഫാക്ടർ പേയ്മെൻറ്റ്സ് കാണണം. ഇപ്പം ഞാൻ കുടയുണ്ടാക്കുന്ന ഒരു ഫേമാന്ന് പറഞ്ഞില്ലേ, ഞാൻ ലാൻഡ് ഉപയോഗിക്കുന്നു, ലേബറേഴ്സ് ഉപയോഗിക്കുന്നു, ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു, അതേപോലെ എന്ത് ഉപയോഗിക്കുന്നു, ആൻറ്റർപ്രണർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അല്ലേ. അതേപോലെ ഈ 1,00,000 കോടി ഫേംസും അത് കണ്ടുപിടിക്കണം. ഓരോരുത്തരും എത്രത്തോളം റെൻ്റായിട്ടും എത്രത്തോളം എന്താണ് സാലറി ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇവർ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതാണ് ഇൻകം മെത്തേഡ്. നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന എന്താണ് റെമ്യൂണറേഷനെ ബേസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം നോക്കിയേ, റെൻറ്റിന് നമ്മൾ 6 ഉപയോഗിച്ചു, വേജ് അപ്പോൾ ചോദിക്കുക എന്താ 6 എന്ന് ഐത്ത് ഫേമാണ്. ഇപ്പോൾ 1,00,000 കോടി ഫേം ഉണ്ടെങ്കിൽ ആ 1,00,000 കോടി ഫേമും റെൻ്റായിട്ട് എത്ര കൊടുത്തു, വേജ് ആയിട്ട് എത്ര കൊടുത്തു, ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കൊടുത്തു, പ്രോഫിറ്റ് ആയിട്ട് എത്ര കൊടുത്തു നമ്മൾ കണ്ടുപിടിക്കണം. ഓരോ ഫേംസും കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഓരോ ഫേംസും അത് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഫാക്ടർ പേയ്മെൻറ്റ്.
ക്ലിയർ? അതായത് ജി ഡി പി കാണാൻ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇങ്ങനെ കണ്ടാൽ ആലോചിക്കണം വാട്ട് മെത്തേഡ്? ഇൻകം മെത്തേഡാണ്. നമ്മൾ ഓരോ ഫേംസും അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുത്ത റെമ്യൂണറേഷൻസ് ആഡ് ചെയ്യണം. റെമ്യൂണറേഷൻ മക്കളെ നമുക്കറിയാം റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണെന്ന് നമുക്കറിയാം. ദർ ഇസ് നോ ഡൗട്ട് അല്ലേ? അതെല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഇനി അടുത്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. കണ്ടോ? അപ്പോൾ ഇൻകം മെത്തേഡിൽ അത്രയേ ഉള്ളൂ എസ് എയിൽ എഴുതാൻ, അല്ലാതെ കാര്യമൊന്നും എഴുതാനില്ല. ഓക്കെ, ഇനി അടുത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്. ഈ മൂന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ആദ്യം പലതരം എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണം. ഏതൊക്കെ ടൈപ്പ് എക്സ്പെൻഡിച്ചർ ആണെന്നറിയോ? 4 പേരാണ് മെയിനായിട്ട് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. ഐസോ, ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ ലാസ്റ്റ് മെത്തേഡ്. ഇതോടുകൂടി നമ്മുടെ എസ് എ തീരുകയാണ് കേട്ടോ. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ let me drink some water. Okay, now എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ 4 രീതികളാണ്, 4 ആൾക്കാരെ എക്സ്പെൻഡിച്ചർ നടക്കുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തത് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മളെപ്പോലുള്ള ഓരോ വീട്ടുകാരും ചെലവാക്കുന്നത്. അതിനെ നമ്മൾ സി എന്ന ലെറ്ററിൽ ഉപയോഗിക്കുന്നു. സി, നമ്മളതിനെ സി എന്ന ലെറ്റർ പറയാം. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലിക്ക് ചെയ്യണം കൺസംഷൻ എക്സ്പെൻഡിച്ചർ ബൈ ദ ഹൗസ് ഹോൾഡ്. ഓരോ വീട്ടുകാരും ചെലവാക്കുന്ന പൈസയാണ് കേട്ടോ എക്സ്പെൻഡിച്ചർ ഹൗസ് ഹോൾഡ്. അതായത് രണ്ടാമത്തത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. അതിനെ നമ്മൾ സി എന്ന് എഴുതുന്നു, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അടുത്തത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതിനെ നമ്മൾ ജി എന്ന് എഴുതുന്നു. ഓരോ ലെറ്റർ അങ്ങനെയാണ് പോരുന്നത്. ഓക്കെ, നെറ്റ് എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ. അതിനെ നമ്മൾ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് എഴുതുന്നു. എക്സ് സ്റ്റാൻഡ്സ് ഫോർ എക്സ്പോർട്ട്, എം സ്റ്റാൻഡ്സ് ഫോർ ഇമ്പോർട്ട്. അപ്പം 4 ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. ഒന്ന് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നമ്മളുള്ള എല്ലാവരും നമ്മൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങിക്കാൻ എക്സ്പെൻഡിച്ചർ നടത്തുന്നു. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സി. അപ്പോൾ നമ്മൾ അതിന് എന്ത് ലെറ്റർ കൊടുക്കുന്നു? സി. ഇനി അതേപോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നില്ലേ, അതാണ് ഐ. അത് മെയിനായിട്ട് നടത്തുന്നത് ഫേംസ് ആയിരിക്കും. അടുത്തത് പോരട്ടെ, അടുത്തത് പോരട്ടെ എന്നോ. അടുത്തത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ജി, അടുത്തത് നെറ്റ് എക്സ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ജി ഡി പി കാണാൻ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് അവർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ സി പ്ലസ് ഐ പ്ലസ് ജി എന്ന് കണ്ടാൽ അപ്പം ആലോചിക്കണം, യെസ് ദാറ്റ് ഇസ് എക്സ്പെൻഡിച്ചർ കേട്ടോ. അങ്ങനെ ചിന്തിക്കണേ, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എസ് എ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഐഡന്റിറ്റീസ് ആണ്, ഇതിൻ്റെ കൺക്ലൂഷൻ ആണ്. പ്രോഡക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഗ്രോസ് വാല്യൂ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം ആഡ് ചെയ്ത് കൊണ്ടുവന്ന് nth ഫോം നമുക്ക് ജി ഡി പി കിട്ടും. ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഞാൻ പറഞ്ഞുതരാം എന്താണ് മാർക്കറ്റ് പ്രൈസ്. ഇൻകം മെത്തേഡ് ആണെങ്കിൽ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എല്ലാം കൂടെ ചെയ്താൽ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടി. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ സി ഐ ജി എക്സ് മൈനസ് എം ചെയ്താൽ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടി. കണ്ടോ, 3 മെത്തേഡിൻ്റെ ഫൈനൽ കൺക്ലൂഷനാണ് ഇത്. ഇതോടുകൂടി നമ്മുടെ എസ് എ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, 8 മാർക്കിൻ്റെ എസ് എ. ഓക്കെ, അപ്പോൾ 8 മാർക്കിൻ്റെ എസ് എയിൽ ഞാൻ പറഞ്ഞ ആ ടോപ്പിക്സ് ഒന്നും നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ ഈ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ കേട്ടോ. ഇനി യെസ്, പ്രൊഡക്ഷൻ ടാക്സും പ്രോഡക്റ്റ് ടാക്സും അതെന്താ നമ്മളുടെ ഡിഫറൻസ്? എന്തൊക്കെ ടാക്സ് ആണ്? പ്രൊഡക്ഷൻ ടാക്സും ഉണ്ട്, പ്രോഡക്റ്റ് ടാക്സും നമ്മളുടെ ഡിഫറൻസ് എന്താണ് മക്കളെ? പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ടാക്സ്, പ്രൊഡക്ഷൻ ടേം ശ്രദ്ധിക്കണം, പ്രൊഡക്ഷൻ ടാക്സ്. ഓക്കെ, പ്രൊഡക്ഷൻ ടാക്സ് എന്നാൽ ടാക്സ് പെയ്ഡ് ഇൻ റിലേഷൻ ടു പ്രൊഡക്ഷൻ. നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കണം. ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ ടാക്സ്. അതായത് അത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഉണ്ടാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടല്ല. ഞാനിപ്പം കുട ഉണ്ടാക്കാൻ പോവുകയാണ്, ഞാൻ കുട ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ ഞാൻ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഐ ഹാവ് ടു പേ ദ ടാക്സ്. ദാറ്റ് ഇസ് നോൺ ആസ് പ്രൊഡക്ഷൻ ടാക്സ്. ഞാൻ കുറേ പേപ്പർ ഇൻഡസ്ട്രിയാണ് തുടങ്ങാൻ പോകുന്നത്. ഞാൻ എത്ര പേപ്പർ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഡസൻ മാറ്റർ. പക്ഷെ ഞാൻ ഇൻഡസ്ട്രി തുടങ്ങുകയാണ്, സോ ഐ ഹാവ് ടു പേ ദ ടാക്സ്. ഞാൻ ടാക്സ് കൊടുക്കണം. എക്സാമ്പിൾ രജിസ്ട്രേഷൻ ഫീ, ലാൻഡ് റവന്യൂ, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അളവനുസരിച്ചാണോ? അല്ല കേട്ടോ. അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ ടാക്സ്. നേരെ മറിച്ച് മക്കളെ പ്രോഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ മുകളിൽ ചുമത്തുന്നതാണ്. അതായത് ടാക്സ് പെയ്ഡ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്. ഇപ്പം ഞാൻ ഒരു കുട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കണം. അങ്ങനെ 10 കുട ഉണ്ടെങ്കിൽ 10 കുടയ്ക്കും ഐ ഹാവ് ടു പേ ദ ടാക്സ്. അതാണ് പ്രോഡക്റ്റ് ടാക്സ്. ടാക്സ് പെയ്ഡ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ്.
ഓക്കെ, എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇതൊക്കെ എന്താണ്? പ്രോഡക്റ്റ് ടാക്സാ. അപ്പോൾ പ്രൊഡക്ഷൻ ടാക്സ് എന്നാൽ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ കൊടുക്കുന്നതാണ്. പ്രോഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ മോൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ത്? പ്രോഡക്റ്റ് ടാക്സ്. ക്ലിയർ? അതാണ് രണ്ടെണ്ണം. ഇനി നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും നെറ്റ് പ്രോഡക്റ്റ് ടാക്സും നെറ്റാണ് കേട്ടോ. അപ്പോൾ നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് കാണാൻ പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് സബ്സിഡീസ് കണ്ടോ. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് കാണാൻ പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് സബ്സിഡി ചെയ്താൽ മതി. നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് കാണാൻ പ്രോഡക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ചെയ്താൽ മതി. രണ്ടും ഒന്ന് ഇങ്ങനെ മാറി നോക്ക്. ഇത് പ്രൊഡക്ഷൻ ആകുമ്പോൾ ഇവിടെ പ്രൊഡക്ഷനാ, ഇത് പ്രോഡക്റ്റ് ആകുമ്പോൾ ഇവിടെ പ്രോഡക്റ്റാ. ഇത് രണ്ടും ഇവിടെ രണ്ടും സെയിമാ, സബ്സിഡിയാ കണ്ടോ. ഇവിടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് പ്രൊഡക്ഷൻ സബ്സിഡി ആയിരിക്കും, ഇവിടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് സബ്സിഡിയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാനുള്ള ഇവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാനുള്ള ഫോർമുല ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി അല്ല, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ്. ഓക്കെ. ഇനി അടുത്തത് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. ഇത് രണ്ടും എന്താണെന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റും ഉണ്ട്, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസും ഉണ്ട്. നിങ്ങളിതിങ്ങനെ മാറി 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 ഇങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ ആഡഡ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഇപ്പം റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് നമ്മളെ ഫാക്ടർ കോസ്റ്റാണ്. നേരെ മറിച്ച് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേജസ് ആയിട്ടും റെൻ്റായിട്ടും കൊടുത്തത് ഫാക്ടർ കോസ്റ്റ് ആണത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിന് ചിലവുണ്ട്, അത് ഇവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ്. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധനത്തിൻ്റെ വിലയാണ്. മാർക്കറ്റ് പ്രൈസ് സാധനത്തിൻ്റെ വിലയാണ്. ഇപ്പോൾ ഈ ലാൻഡും ലേബറും ക്യാപിറ്റലൊക്കെ വെച്ചുകൊണ്ട് കുട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുടയുടെ വില വെച്ചുകൊണ്ട് കാണുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. ഫാക്ടർ കോസ്റ്റ് വേറെയാണ് കേട്ടോ. ഇനി നോക്കിയേ, ഗ്രോസ് വാല്യൂ അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ ഗ്രോസ് വാല്യൂ അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ്, ഇത് രണ്ടും മൈനസ് ചെയ്യുക കണ്ടോ. ഇത് രണ്ടും മൈനസ് ചെയ്യാണ്. നേരെ മറിച്ച് ബേസിക് പ്രൈസ് കാണാൻ ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. ഇത് അങ്ങനെ പരീക്ഷയ്ക്കില്ല, പക്ഷേ ഉള്ള സാധനം കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇത് തന്നെയാണ് ഇത് കേട്ടോ, നോക്കിക്കോളൂ. ഗ്രോസ് വാല്യൂ ആഡഡ് മാർക്കറ്റ് പ്രൈസ്, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ പ്ലസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് കണ്ടോ. മാർക്കറ്റ് പ്രൈസ് കാണാൻ രണ്ടും മൈനസ് ചെയ്യായിരുന്നു, പക്ഷേ ഇതെന്ത് ചെയ്യാണ്? രണ്ടും പ്ലസ് ചെയ്യുക കണ്ടോ. ഇനി മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ് ഓഫ് നാഷണൽ ഇൻകം. ഇത്രയും ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിക്കണം കേട്ടോ. ഇത് ഫോർമുലാസ് ആണ്, ഫുൾ ഇതിൽ ഫോർമുലാസിൻ്റെ കളിയാണ്. ഇത് ഒരു രക്ഷയില്ല. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇടയിൽ കയറുന്നത് ആരാണാവോ അവർ. ഇത് ക്ലിയർ ആണോ? ഈ ബോർഡ് ക്ലിയർ ആണോ? ഹലോ, നോക്കിയേ, നമ്മൾ ഇത്രയും ഐഡൻറ്റിറ്റീസ് മെയിനായിട്ട് പഠിക്കണം. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കണ്ടോ. ഇത്രയും കാര്യമാണ് നമ്മൾ സ്കൂളിൽ ടൂർ പോകണപ്പോൾ. അതെ. ഇനി ഈ GDP നമ്മൾ മാർക്കറ്റ് പ്രൈസിലും കാണാം, ഫാക്ടർ കോസ്റ്റിലും കാണാം. GNPയും മാർക്കറ്റ് പ്രൈസിലും കാണാം, ഫാക്ടർ കോസ്റ്റിലും കാണാം. NDPയും മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും കാണാം. ഇതും മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും കാണാം. പിന്നെ ഇത് രണ്ടും വേറെ തന്നെയാണ്. പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും അത് അവിടെ നിൽക്കട്ടെ, അത് അവസാനം നോക്കാം. നമ്മൾ ആദ്യം ഇത് തൊട്ട് തുടങ്ങുക. GDP നോക്കിയേ, ഇത് ഫുള്ള് ഫോർമുലാസ് ആണ് കേട്ടോ. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടണം. നോക്കിയോ, GDP എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ ടോട്ടൽ. ഇത് തന്നെയല്ലേ മക്കളെ നമ്മുടെ എന്ത് നേരത്തെ പറഞ്ഞ നാഷണൽ ഇൻകം ഇത് തന്നെയല്ലേ? അതായത് ഗ്രോസ് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എക്കോണമി, ദാറ്റ് ഇസ് സെയിം ആസ് നാഷണൽ ഇൻകം. ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ആദ്യം കയറുന്നത് GDP. നോക്കിക്കേ, ഇവിടം തൊട്ട് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും ബേസ് ചെയ്തിട്ട്. പക്ഷേ നമ്മൾ ഫോർമുല അറിഞ്ഞിരുന്നാൽ ജസ്റ്റ് നിങ്ങൾ ആ വാല്യൂസ് എടുത്ത് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് തരാം. നോക്കിക്കോളൂ. ആദ്യത്തെ നോക്കിക്കോ, ഇതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, GDP. അത് കാണാൻ അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്, അത് നോക്കണം. അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഗ്രോസ് വാല്യൂയുടെ ഫസ്റ്റ് ഫേം, സെക്കൻഡ് ഫേം, തേർഡ് ഫേം, കൂട്ടി എന്ത് കാണണം? nth ഫേം. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. കണ്ടോ, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇത് തന്നെയാണ് ഒന്നാമത്തത്.
റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇത് ഏതിന്റെ സംഭവമാണ്? ഇത് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലേ മക്കളെ? ദിസ് ഇസ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലേ? ഇത് ഏത് മെത്തേഡാ? ഇത് ഇൻകം മെത്തേഡ് അല്ലേ? ഇത് ഇൻകം മെത്തേഡാ. ഇത് എന്ത് മെത്തേഡാ? ഈ സംഭവം എന്ത് മെത്തേഡാ? ദിസ് ഇസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലേ? ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡാ. 3 മെത്തേഡിലും നാഷണൽ ഇൻകം, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണേണ്ട ഫോർമുലാസ് ഇത് പറഞ്ഞ. ഇത് 1, ഇത് 2, ഇത് 3. അതായത് ഇത് നമ്മുടെ പ്രോഡക്റ്റ് മെത്തേഡിലാണ്, എല്ലാം കൂടെ കൂട്ടുക. ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ല, ഇൻകം മെത്തേഡാ. റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ GDP കിട്ടും. ഇത് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് അണ്ടർ എക്സ്പെൻഡിച്ചർ മെത്തേഡ് കിട്ടും. ഇനി ഇതിൻ്റെയൊക്കെ ഫാക്ടർ കോസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ മാർക്കറ്റ് പ്രൈസാ, കണ്ടോ? ഇത് ഫാക്ടർ കോസ്റ്റ് കാണാൻ ഈ GDP അറ്റ് മാർക്കറ്റ് പ്രൈസിന് എന്ത് മൈനസ് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കണം. ഓക്കെ, അതായത് ഇത് 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 3 മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഏതൊക്കെയാ? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതാണ് ഞാൻ ഇപ്പം ഇത്രയും നേരം പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി അടുത്തത് GNP ആണ് അടുത്തത്. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. അത് വലിയൊരു സംഭവമാണ്. നാഷണൽ പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാണാൻ GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുക, കൂട്ടുക. മനസ്സിലായോ? നെറ്റ് ഫാക്ടർ ഇൻകം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ വാല്യൂ തരും, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് NFIA. GNP എന്ന് പറയുന്നത് വലിയ നാഷണൽ, ഗ്രോസ് നാഷണലാ. അപ്പോൾ അവിടെ ഒന്നും മൈനസ് ചെയ്യാനുള്ള എവറിത്തിങ് യു ഹാവ് ടു ഇൻക്ലൂഡ്. കണ്ടോ? എല്ലാം ഇങ്ങനെ കൂട്ടി എഴുതണം. NIT, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും നാഷണൽ ഇൻകം ഫ്രം എബ്രോഡും NFIA, ഓക്കെ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും കേട്ടോ. ഇനി അടുത്തത് NDP ആണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് കാണാൻ GNPന്ന് എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഫാക്ടർ. നെറ്റ് കാണാൻ എപ്പോഴും കുറയ്ക്കുകയാണ്, എന്തോ ഒരു വലിയ സംഭവത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കുറയ്ക്കുക. അപ്പം നോക്കിയേ, ഇത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാണാൻ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിന്ന് ഡിപ്രീസിയേഷനും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രമും കുറയ്ക്കുക. യെസ്, എന്താണ് ലിജി? ഇത് ഒരു രക്ഷയില്ല, നമ്മളിതിങ്ങനെ പഠിക്കുകയല്ലാതെ ഒരു നിവർത്തിയില്ല കേട്ടോ. ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞാലേ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് നെറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്രൈസ് കാണാൻ, ഓക്കെ, നെറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്രൈസ് കാണാൻ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഓക്കെ, മൈനസ് എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുക. MP കാണാൻ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ ഇതിൻ്റെ അകത്ത് NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ കിട്ടില്ലേ, അതിൻ്റെ കൂടെ എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മക്കളെ, ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തോ ആയി പറയുന്നതെന്ന് തോന്നിക്കും, പക്ഷേ ഇത് അത്രയൊന്നുമില്ല. ഇത് ബൈ ഹാർട്ട് പഠിക്കാതെ ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ NDP അറ്റ് മാർക്കറ്റ് പ്രൈസിന് എന്തോ ഒന്ന് കുറയ്ക്കണം. ആ എന്തോ ഒന്നാണ് എന്ത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കേട്ടോ. ഇത് ഓരോന്ന് എടുത്ത് പഠിക്കണം. ഇത് ലാസ്റ്റ് വൺ ആണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ കൂടെ NFIA ആഡ് ചെയ്യുക, നെറ്റ് ഫാക്ടർ ഇൻകം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, കൂട്ടുക. അതേപോലെ ഇവിടെ കണ്ടോ, മാർക്കറ്റ് പ്രൈസും ഉണ്ട്. ഇവിടെ ഞാൻ എഴുതിയത് ഫാക്ടർ കോസ്റ്റ് ആണ്. ഇവിടെ ഞാൻ എഴുതിയത് എന്താണ്? ഫാക്ടർ കോസ്റ്റ് ആണ്. കണ്ടോ, മാർക്കറ്റ് പ്രൈസ് കാണാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. പക്ഷേ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നെറ്റിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്തത് പേഴ്സണൽ ഇൻകം കാണാനാ. പേഴ്സണൽ ഇൻകങ്ങളുടെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്. പേഴ്സണൽ ഇൻകം ഇതൊക്കെ ജസ്റ്റ് ഫോർമുലാസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഈ ഫോർമുലാസ് 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ പഠിക്കുക കേട്ടോ. എഴുതിയിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കണം. കാരണം ഇതിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്സും ഇല്ല മക്കളെ. അല്ലാതെ ഒരു കാര്യം ആലോചിക്കുക, നെറ്റ് കാണാൻ എപ്പോഴും ഗ്രോസ് എന്തോ ഒന്ന് എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്യാന്ന് ചിന്തിക്കുക. പക്ഷെ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണോ സബ്സിഡി ആണോ എന്താണെന്നൊക്കെ നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഇത് അങ്ങോട്ടേക്ക് പഠിക്കുകയല്ലാതെ ഒരു നിവർത്തിയില്ല. അധികം ഒന്നും പഠിക്കാനില്ല. ഇത്രയേ പഠിക്കാനുള്ളൂ. ഏത്?
ഈ ഇത്രയും കൺസെപ്റ്റ് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞ ഫോർമുലാസ് പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പേഴ്സണൽ ഇൻകവും ഡിസ്പോസിബിൾ ഇൻകവും. അതിനും ഷോർട്ട് കട്ട് ഒന്നുമില്ല. അതിൻ്റെ ഫോർമുലാസ് മാത്രം പഠിച്ചിരുന്നാൽ മതി കേട്ടോ. അതായത് ഇൻകം ഹൗസ് ഹോൾഡ്, അതായത് ഇറ്റ് ഈസ് ദ ഇൻകം, പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനം, പേഴ്സണൽ ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ് ഫ്രം ഓൾ സോഴ്സസ് ഇൻ എ ഇയർ. അതായത് ഒരു കൊല്ലം എനിക്ക് ഏതെല്ലാം മാർഗത്തിലൂടെ വരുമാനം ഉണ്ടോ അതാണ് എൻ്റെ പേഴ്സണൽ ഇൻകം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഞാൻ സ്വന്തം വീടാണ്, പക്ഷെ ഞാൻ 2 വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെൻറ്റ്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ആ വരുമാനം. മനസ്സിലായോ? എനിക്ക് കുറച്ച് ലാൻഡ് ഉണ്ട്, ഞാനത് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് റെൻ്റായിട്ട് കിട്ടുന്ന വരുമാനം. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് എന്ത്? മൈ പേഴ്സണൽ ഇൻകം. അപ്പോൾ പേഴ്സണൽ ഇൻകം കാണാനുള്ള ഫോർമുല ഇവിടെയും ഇത് ബൈ ഹാർട്ട് അടിക്കുകയെ നിവർത്തിയുള്ളൂ. ഓക്കെ, എന്താണെന്നറിയോ? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റ് മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, വിതരണം ചെയ്യപ്പെടാത്ത ലാഭം ഒക്കെ കുറയ്ക്കുകയാണ് കേട്ടോ. നോക്കിക്കോളൂ. ആദ്യം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റ് നമുക്കറിയാം, നേരത്തെ ഫോർമുല വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലാഭം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യണം, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മൈനസ് ചെയ്യണം. അതായത് ഞാൻ കൊടുത്ത എനിക്ക് എന്തെങ്കിലും ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കൊടുക്കണം. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ ടു ദ ഹൗസ് ഹോൾഡ്. എനിക്ക് ചിലപ്പോൾ പെൻഷനോ അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ അത് ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. മൈനസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, നെറ്റ് ഇൻഡയറക്റ്റ് പേയ്മെൻറ്റ്. പക്ഷേ ആഡ് ചെയ്യേണ്ടതാണ് നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ. ഞാൻ ആഡ് ചെയ്യണം. എനിക്ക് മറ്റുള്ള സോഴ്സ് കിട്ടണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ അടുത്ത ടോപ്പിക് എന്താണെന്നറിയോ? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ആ കിട്ടുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ഇൻകം ആണ്, പക്ഷേ എൻ്റെ ഡിസ്പോസിബിൾ ഇൻകം അത്ര ഉണ്ടാവില്ല. കണ്ടോ? ഡിസ്പോസിബിൾ ഇൻകം പേഴ്സണൽ, PI എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന്. ഇപ്പം 1 lakh ആണ് എൻ്റെ പേഴ്സണൽ ഇൻകം എങ്കിൽ, മക്കളെ 1 lakh ആണ് എൻ്റെ പേഴ്സണൽ ഇൻകം എങ്കിൽ അത് ഞാൻ ടാക്സ് 500 കുറയ്ക്കണം, നോൺ ടാക്സ് പേയ്മെൻറ്റും 500 കുറയ്ക്കണം. ബാക്കിയുള്ളതാണ് എൻ്റെ എന്ത്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകമേ എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. മറ്റത് വലിയൊരു എമൗണ്ട് അല്ലേ? അതന്നെ നിരഞ്ജു, ടെൽ ദ അതേഴ്സ്, ക്ലാസ് ശ്രദ്ധിക്കൂ. കാരണം ഇത് കഴിഞ്ഞു, ഈ ഒരു എന്താ പറയുക മൊണോട്ടണസ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിയാണ്. ഓക്കെ, അപ്പം ഇത് എൻ്റെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത് വെച്ചുകൊണ്ടേ എനിക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. നേരത്തെ കണ്ട അമണ്ടൻ വാല്യൂ വെച്ച് എനിക്ക് ചിലവാക്കാൻ പറ്റില്ല. കാരണം ഈ പൈസയിൽ നിന്ന് എനിക്ക് ടാക്സ് കൊടുക്കണം, നോൺ ടാക്സ് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ബാക്കിയുള്ളത് എനിക്ക് 1 lakh ഇല്ല, ഒരു 99,000 ഉള്ളൂ അല്ലേ? 99, 1 lakh എത്തിയില്ല. അപ്പോൾ അത്രയും എമൗണ്ട് വെച്ചിട്ട് എനിക്ക് എത്രയേ ഉള്ളൂ എനിക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് എൻ്റെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഓർ കൺസംഷൻ പ്ലസ് സേവിങ്. ദെൻ കഴിഞ്ഞു അടാ. ഇത്രയാണ് നമ്മൾ പറഞ്ഞ. ഇനി അടുത്തത് മണി നാഷണൽ ഇൻകം. ഇതിൻ്റെ അകത്ത് മണി നാഷണൽ ഇൻകം, നോമിനൽ നാഷണൽ ഇൻകവും അതേപോലെ ഇറ്റ് ഈസ് കോൾഡ് കറണ്ട് പ്രൈസസ് ആർ ദ പ്രൈസ്. നാഷണൽ ഇൻകം മണി അല്ല, അതിനെ പറയുന്നതാണ് നാഷണൽ നോമിനൽ GDP എന്നും പറയും കേട്ടോ. നോമിനൽ GDP ഇതൊരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. സ്റ്റാർ ഇടാം. ഓക്കെ, സ്റ്റാർ വരുന്നില്ല. ഓക്കെ, ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അതായത് നോമിനൽ നാഷണൽ ഇൻകം ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. നോമിനൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകം കറണ്ട് പ്രൈസസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ കൊല്ലത്തെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കൊല്ലത്തെ നാഷണൽ ഇൻകം മിസ് സുന്ദരി ആയിട്ടുണ്ടോന്നോ? ആരാണത് ശ്രദ്ധിക്കണത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിഹൗ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഡുണ്ടരി എന്നാണ് വിളിച്ചത്, ആ ചുണ്ടലി എന്നൊന്നും വിളിക്കാൻ നന്നായി. ഓക്കെ, നൗ ലിസൺ. മണി നാഷണൽ ഇൻകം അല്ലെങ്കിൽ നോമിനൽ നാഷണൽ ഇൻകം, വേറെ ടേം എഴുതിയിട്ടുണ്ട് കേട്ടോ. നോമിനൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം നാഷണൽ ഇൻകം ഈ കൊല്ലം ഏതാ ഇയർ? 2024 അല്ലേ? നാഷണൽ ഇൻകം കണക്കാക്കാൻ പോവുക. അപ്പം നാഷണൽ ഇൻകം കണക്കാക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഈ കൊല്ലത്തെ വില ഇടുക. ഇപ്പോൾ പഞ്ചസാരയുടെ ഇതിട്ട് കണക്കാക്കാൻ പോവുക ഞാൻ. അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയ്ക്ക് ഇപ്പോൾ 50 രൂപയാണ് 1 കിലോ. അങ്ങനെ ഈ കൊല്ലത്തെ 2024 പഞ്ചസാരയുടെ വില ഇട്ട് ഞാൻ കണക്കാക്കുകയാണെങ്കിൽ അത് നോമിനലാണ്. മനസ്സിലായോ? അതായത് കറണ്ട് ഇയർ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? നോമിനൽ GDP, നോമിനൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് ഇഫ് വി കാൽക്കുലേറ്റ് കറണ്ട് പ്രൈസ്, കണ്ടോ
if we calculate national income based on current price. അതായത് നിലവിലുള്ള വരുമാനം വെച്ചുകൊണ്ട് നിലവിലുള്ള വില വെച്ചുകൊണ്ട് if I have calculated national income, so that is known as nominal national income. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോമിനൽ നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? Then what is meant by real national income then? റിയൽ നാഷണൽ ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്നത് റിയൽ GDP. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേത് നോമിനൽ ആണ്, റിയൽ GDP. റിയൽ GDP എന്ന് പറഞ്ഞാൽ വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ബേസ് ഇയർ. ഇപ്പോൾ ഈ കൊല്ലത്തെ നാഷണൽ ഇൻകം ഞാൻ കണക്കാക്കാൻ പോവുകയാണ്. പക്ഷേ ഞാൻ എടുത്തത് 2023 ബേസ് ഇയർ, മുന്നേയുള്ള ഒരു ഇയർ വെച്ചിട്ടുള്ള മുന്നേയുള്ള പഞ്ചസാരയുടെ വില ചിലപ്പം 40 രൂപയായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? റിയൽ GDP. അതാണ് നമ്മുടെ എന്ത്? റിയൽ GDP. മനസ്സിലായോ? അപ്പം നോമിനൽ GDP ചില പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, 2 മാർക്കിനും 3 മാർക്കിനും ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റിയൽ GDP ആൻഡ് നോമിനൽ GDP. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ ദ കറന്റ് പ്രൈസ്. റിയൽ GDP എന്ന് പറഞ്ഞാൽ വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ ദ ബേസ് ഇയർ പ്രൈസ്. ബേസ് ഇയറിലെ കുറേ കൊല്ലം മുന്നേ ഉള്ള. ഓക്കെ, നൗ ഇനി ഇവിടെയാണ് അനദർ ഇനി ഞാൻ ഇടുകയാണ് GDP ഡിഫ്ലേറ്റർ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. GDP ഡിഫ്ലേറ്റർ പരീക്ഷയ്ക്ക് ചോദിക്കും. ആൻഡ് ദിസ് ഈസ് ഓൾസോ വിൽ കം കേട്ടോ, ഫോർമുല ഉണ്ടാവും. അതായത് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP ആണ്. നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ GDP ഡിഫ്ലേറ്റർ. ഇനി മക്കൾക്ക് അത് അങ്ങനെ പഠിക്കാൻ അറിയില്ലെങ്കിൽ യു ജസ്റ്റ് സ്റ്റഡി ദിസ്. നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. ഓക്കെ, നോമിനൽ GDP ഡിവൈഡഡ് ബൈ GDP ഡിഫ്ലേറ്റർ കാണാനുള്ള എന്താണ്? ഫോർമുലയാണ് നോമിനൽ GDP റിയൽ. ഐ ടോൾഡ് യു വാട്ട് ഇസ് ദിസ് നോമിനൽ GDP ആൻഡ് റിയൽ GDP അല്ലേ? ഇന്ന് തന്നെ തരുമായിരിക്കും കേട്ടോ. നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. മക്കളെ ചിലപ്പം പരീക്ഷയ്ക്ക് ഈ നോമിനൽ GDPനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് എഴുതാം. എന്തെഴുതാം? നോമിനൽ GDPയെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ റിയൽ GDPനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്മോൾ ലെറ്റർ GDP കേട്ടോ. സ്മോൾ ലെറ്റർ GDP എന്ന് എഴുതിയാൽ മനസ്സിലായിക്കോളുക. ദാറ്റ് ഈസ് റിയൽ GDP ഇൻറ്റു 100. എന്ത് എഴുതിയാലും എന്ത് തന്നെയാണ് മീനിങ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് GDP ഡിഫ്ലേറ്റർ അല്ലേ? ഇത് തന്നെയാണ് എന്ത്? GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ വേർഡ്സിൽ എഴുതണമെന്നില്ല, അങ്ങനെ കണ്ടാലും ദാറ്റ് ഈസ് റിയൽ നോമിനൽ GDP. ഓക്കെ, കഴിഞ്ഞു നമ്മളിനി തീർക്കാൻ പോവാണ് കേട്ടോ. ഇനി അടുത്തതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇതൊക്കെ നിങ്ങൾ കഴിയാനായി. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നിങ്ങൾ CPI പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഷോർട്ട് ഫോം അല്ലേ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ വിളിക്കുന്ന വേറെ പേരാണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. നമ്മൾ കഴിഞ്ഞ +1 ഇൻഡെക്സ് നമ്പറിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ, കൺസ്യൂമർ CPI എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അറ്റ് കറന്റ് പ്രൈസസ് to the cost of purchase of the same basket goods at constant prices. ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ഇവിടെ ഷുഗർ ഉണ്ട്, ഓക്കെ, സോൾട്ട് ഉണ്ട്. ഒരു ബാസ്ക്കറ്റ് ഇതാണ്. ഷുഗർ 40 രൂപയായിരുന്നു, സോൾട്ടിന് 10 രൂപയായിരുന്നു. ഓക്കെ, ഇവിടെ വേറൊരു ബാസ്ക്കറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്. ഇത് 50 രൂപയാണ്, ഇത് 15 രൂപയാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളൂ. കണ്ടോ? ഉണ്ട്. GDP ഡിഫ്ലേറ്റർ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. GDP ഡിഫ്ലേറ്റർ പ്രോബ്ലം ഉണ്ട്, അത് ഉറപ്പിക്കുക കേട്ടോ. GDP ഡിഫ്ലേറ്റർ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിയർ ആയിട്ട് തരും. നോമിനൽ GDP വാല്യൂ ഇത്ര, റിയൽ GDP വാല്യൂ ഇത്ര എന്ന് തരും. അപ്പം നിങ്ങൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്തു തരാം കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. ഒരു ഇമാജിനറി വാല്യൂ ഇട്ടിട്ട് വി വിൽ ഡു ദ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഈ 2 ബാസ്ക്കറ്റ് നോക്ക് കണ്ടോ? ഇത് തമ്മിലുള്ള റേഷ്യോ വ്യത്യാസമുണ്ട്, വിലയ്ക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ രണ്ടും ഇതിൻ്റെ അളവ് 10 കിലോ ഷുഗറാണ്, ഇവിടെ 2 പാക്കറ്റ് സോൾട്ടാണ്. ഇവിടെയും 10 കിലോ ഷുഗറാണ്, 2 പാക്കറ്റ് സോൾട്ടാണ്. പക്ഷേ രണ്ടും തമ്മിൽ നല്ല റേഞ്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ആ തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി ഇല്ലേ? കാരണം ഇവിടെ 50 രൂപ കൊടുക്കണം കേട്ടോ. ഓക്കെ,
Now comes wholesale price index number. Wholesale price index number എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ബൾക്കാണ് അല്ലേ. പ്രൈസ് ഇൻഡെക്സ് ഓഫ് ഗുഡ്സ് വിച്ച് ആർ ട്രേഡഡ് ഇൻ ബൾക്ക്. നമ്മൾ ഹോൾസെയിലിൽ വില വ്യത്യാസം ഉണ്ടാവും, റീറ്റെയിലും വില വ്യത്യാസം ഇല്ലേ. ഹോൾസെയിലായിട്ട് സാധനങ്ങളുടെ വില കാണുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഈ USA ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, PPI എന്ന് വിളിക്കും കേട്ടോ. അവിടെ somebody asked one doubt. Let me clear that. Okay, so find out GDP deflator. Question ഉണ്ട്, GDP ഇതൊന്ന് ചെയ്ത് തന്നേക്കാം. ഓക്കെ, GDP വെരി സിമ്പിൾ ആണ്. നിങ്ങൾ വാല്യൂ ഒന്നും എവിടെ നിന്ന് എടുത്തെഴുതാനൊന്നും പോണ്ട. GDP ഡിഫ്ലേറ്റർ കാണാൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പം ഇവർ പരീക്ഷയ്ക്ക് തരും നോമിനൽ GDP. നോമിനൽ GDP, ലെറ്റ് മീ റൈറ്റ് 2500. Okay, nominal GDP. Then they will give you the real GDP, they will give you as 3000. Then they will ask you to find out what GDP deflator കാണാൻ പറയും. അപ്പം നമ്മുടെ ഫോർമുല ഉപയോഗിക്കുക. ഫോർമുല എന്താ? നോമിനൽ GDP ഡിവൈഡഡ് ബൈ വാട്ട്? റിയൽ GDP ഇൻറ്റു 100. ഇതല്ലേ നമ്മുടെ ഫോർമുല. അപ്പം നോമിനൽ GDPയുടെ വാല്യൂ എത്രയാ? 2500 ഡിവൈഡഡ് ബൈ, കാൽക്കുലേറ്റർ വേണം, നോമിനൽ GDP ഡിവൈഡഡ് ബൈ, ഓക്കെ, നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDPയുടെ വാല്യൂ എത്രയാ? 3000. ഓക്കെ, ഇൻറ്റു 100. 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി, ബാക്കി എത്ര 0 വെട്ടുള്ളത്? 2500 ഹരിക്കണം എത്രയാ? 30 അല്ലേ. 30 gives you how much? 3 അല്ലേ? 3 നോ it's wrong. Okay, 2500 divided by 30,000. 2500 divided by 33,000. Okay, 3000 is equal to this into 100 അല്ലേ. gives you 83.3. 83.3 ആണ് ആൻസർ. കണ്ടോ? ഇതാണ് നമ്മുടെ നോമിനൽ GDPയും അതേപോലെ എന്താണ് റിയൽ GDP. അപ്പോൾ ആലോചിച്ചാൽ മതി എന്താണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ പ്രൈസ് വെച്ചിട്ടാണ് 3000, ഇക്കൊല്ലത്തെ പ്രൈസ് വെച്ചിട്ടാണ് 2500. കണ്ടോ വ്യത്യാസം? കണ്ടോ? റിയൽ എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ അല്ലേ മക്കളെ, ഇതെന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ അല്ലേ. അപ്പോൾ ബേസ് ഇയർ വെച്ച് നോക്കിയപ്പോൾ കൂടുതലാണ്. അപ്പോൾ കറണ്ട് ഇയറിൽ സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. യെസ്, 83.3 കിട്ടി ഡെയ്സി ജോൺസൺ. അപ്പോൾ നോക്ക്, കറണ്ട് ഇയറിൽ 2500 ഉള്ളൂ, ബേസ് ഇയർ വെച്ച് നോക്കിയപ്പോൾ 3000 ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിലവ് കുറഞ്ഞു, നമുക്ക് 83.3 ഉള്ളൂ. 100ലേക്ക് എത്തണമെങ്കിൽ ബാക്കി 17 അല്ലേ, 16.7 ഇല്ലേ. അത്രയും സാധനങ്ങളുടെ വില കുറവാണെന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. ഇനി GDP ഡിഫ്ലേറ്റർ, CPIയും ഇത് പരീക്ഷയ്ക്ക് ചിലപ്പം ഞാൻ ഈ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ GDP ഡിഫ്ലേറ്ററും CPIയും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. GDP ഡിഫ്ലേറ്ററിൽ വി കൺസിഡർ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ്. നമ്മൾ എല്ലാ സാധനങ്ങളുടെയും എന്ത് ചെയ്യുന്നുണ്ട്? വില കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളുടെയും. പക്ഷേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സിനെ മാത്രമേ വി കൺസിഡർ കേട്ടോ. ഇവിടെ അതല്ല. GDP ഡിഫ്ലേറ്ററിൽ കൺസ്യൂമർ ഗുഡ്സും പ്രൊഡ്യൂസർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് GDP ഡിഫ്ലേറ്റർ. പക്ഷെ ഇവിടെ കൺസ്യൂമർ ഗുഡ്സാണ്. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ ഒക്കെ അല്ലേ സാധാരണക്കാർ വാങ്ങിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പറും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സിന് മാത്രമേ ബാധകമുള്ളൂ. ഇവിടെ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൺസ്യൂമർ ഗുഡ്സ്, ഇമ്പോർട്ടഡ് ഗുഡ്സ് കൺസിഡർ ചെയ്യും. കാരണം നമ്മൾ പലരും ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ വാങ്ങിക്കുന്നില്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഉണ്ട്. ഇവിടെ വെയിറ്റ് ഒക്കെ ഡിഫറെൻറ്റാണ്. പല സാധനത്തിനും പല പല വെയിറ്റുകളാണ് കൊടുക്കുക അല്ലേ. ബേസ് ഇയറും കറണ്ട് ഇയറും ഒക്കെ സാധനങ്ങളുടെ വില മാറി മാറിയിരിക്കും. പക്ഷെ ഇവിടെ വെയിറ്റ് ഒക്കെ സ്ഥിരമാണ്. ഏത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൽ കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. നൗ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ GDP ആൻഡ് വെൽഫെയർ ആണ് കേട്ടോ. ഇതും മക്കളെ ഞാൻ സ്റ്റാർ ഇടട്ടെ. ദിസ് വിൽ ഓൾസോ വിൽ കം ഫോർ വിച്ച് ഹൗ മെനി മാർക്സ് യു നോ? ഇറ്റ് വിൽ കം ഫോർ വെയിറ്റ് ഇറ്റ് വിൽ കം ഫോർ 3 marks. ഓക്കെ, ഇത് 3 ഓക്കെ, ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. GDP ഡിഫ്ലേറ്റർ അല്ലെങ്കിൽ GDP ആൻഡ് വെൽഫെയർ. ആ ഒരു കാര്യം ചോദിക്കട്ടെ, GDPയും വെൽഫെയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. GDP നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും വെൽഫെയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും വെൽഫെയറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈസ് ഇറ്റ് പോസിറ്റീവ്ലി റിലേറ്റഡ്?
ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമൊന്നുമില്ല അല്ലേ, വെറുതെ എങ്ങനെ ഉണ്ടാക്കി വിടുക. അയ്യോ കാസർഗോഡും കണ്ണൂരൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയൂ. അതായത് GDP വെൽഫെയറുമായിട്ട് ബന്ധമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ GDP വളരെ വലുതാണെങ്കിൽ, GDP എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും അല്ലേ, അത് വളരെ വലുതാണെങ്കിൽ ആ രാജ്യത്തുള്ള വെൽഫെയറും വളരെ വലുതായിരിക്കും. ആയിരിക്കൂലേ? ആയിരിക്കണമല്ലോ. കാരണം ഇഷ്ടംപോലെ സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ വെൽഫെയർ കൂടുതലായിരിക്കുമോ? കൂടുതലല്ലേ? കൂടുതലായിരിക്കും. ദർ ഇസ് നോ ഡൗട്ട് കേട്ടോ. GDPയും വെൽഫെയറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇറ്റ് ഇസ് പോസിറ്റീവ് റിലേറ്റഡ്. പക്ഷേ വിൽ കം ഫോർ എക്സാം. പക്ഷേ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല GDP കൂടിയെന്ന് വിചാരിച്ച് വെൽഫെയർ കൂടുതലാന്ന് വി കൻ നോട്ട് സേ. നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ എക്കോണമിസ്റ്റുകൾ പറയാറ് GDP കൂടിയാൽ വെൽഫെയർ കൂടും. പക്ഷേ എല്ലായ്പ്പോഴും GDP ഒരു മെഷർ ഓർ ഇറ്റ്സ് നോട്ട് എ യാർഡ് സ്റ്റിക്ക്, അതായത് ഒരു അളവുകോലല്ല. നമ്മുടെ GDP മെഷർ ചെയ്യാനുള്ള ഒരു അളവുകോലല്ല, നമ്മുടെ വെൽഫെയർ മെഷർ ചെയ്യാനുള്ള ഒരു അളവുകോലല്ല GDP എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം വേണ്ടേ? എന്തുകൊണ്ടാണ് അവരല്ല പറയണത്? ക്ലിയർ ആയോ ലിജി? മക്കളെ, ശരിക്കും GDP എന്ന് പറയുന്നത് ഒരു വെൽഫെയർ യാർഡ് സ്റ്റിക്ക് തന്നെയാണ്. ഒരു രാജ്യം വികസിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? ആ രാജ്യത്തിൻ്റെ വളർച്ച അല്ലേ, അത് മനസ്സിലാക്കാൻ ആ രാജ്യം ഉണ്ടാക്കുന്ന സാധനങ്ങളും സേവനങ്ങളും നോക്കിയാൽ മതി. ചില രാജ്യം വളരെ സാധനങ്ങളും സേവനങ്ങളും ഒന്നും ഉണ്ടാക്കുന്നില്ല. നമുക്ക് പറയാൻ പറ്റുമോ ദാറ്റ് കൺട്രി ഈസ് ഡെവലപ്പിംഗ്? ആ കൺട്രിയിൽ വെൽഫെയർ ഉണ്ടെന്ന് പറയോ? നോ, നെവർ. പക്ഷെ നേരെ മറിച്ച് ചില രാജ്യങ്ങൾ നല്ല ഹൈ, ഇപ്പം ജപ്പാനൊക്കെ കണ്ടോ ഹൈ എന്ന്, ജപ്പാനും അമേരിക്കയും കണ്ടോ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇറക്കുകയാണ്, ചൈനയൊക്കെ. അപ്പോൾ അവരെന്താണ്, വെൽഫെയർ ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ എല്ലായ്പ്പോഴും എന്തല്ല മക്കളെ, ഇറ്റ്സ് നോട്ട് എ യാർഡ് സ്റ്റിക്ക്. നമ്മുടെ വെൽഫെയർ മെഷർ ചെയ്യാനുള്ള ഒരു ഉപകരണമല്ല നമ്മുടെ GDP. മക്കളെ, പിന്നെയും പറയാണ് GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇയർ, പ്രൊഡ്യൂസ് ഡ്യൂറിങ് എ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ GDP ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ GDP ഇൻക്രീസസ് വെൽഫെയർ ഓൾസോ ഇൻക്രീസസ്. അതായത് GDP കൂടുമ്പോൾ നമ്മൾ പറയും എന്ത് കൂടുന്നു എന്ന്, വെൽഫെയർ കൂടുന്നു എന്ന് പറയും. പക്ഷേ ഇത് ചിലപ്പം തെറ്റായിരിക്കും. എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, തെറ്റായിരിക്കും. എന്തൊക്കെയാണ് ആ തെറ്റ്? ലിമിറ്റേഷൻസ് ഓഫ് GDP ആസ് എ മെഷർ ഓഫ് വെൽഫെയർ. കണ്ടോ, GDP ചിലപ്പോൾ എന്തല്ല, ഇറ്റ്സ് നോട്ട് എ യാർഡ് സ്റ്റിക്ക് ടു മെഷർ വെൽഫെയർ ഓഫ് എ നേഷൻ. ഒരു നേഷൻ്റെ വെൽഫെയർ മെഷർ ചെയ്യാനുള്ള ഒരു യാർഡ് സ്റ്റിക്ക് അല്ല എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയണം അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അറിയണ്ടേ? വേണമെന്നൊന്നുമില്ല അല്ലേ. ഞാൻ പറഞ്ഞു ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പം എന്തായാലും എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, അപ്പോൾ അതെന്താ നോക്കിക്കോളൂ. അവിടെ ആരൊക്കെയോ പേര് വിളിച്ച് കളിക്കാന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ, അതെന്തുകൊണ്ടാണ് യാർഡ് സ്റ്റിക്ക് അല്ലാത്തതെന്ന്. നിരഞ്ജു മാത്രമാണ് എന്നോട് പറഞ്ഞത് അത് അറിയണം മിസ് ചെയ്യുന്നത് അല്ലേ. പ്രിയമോളും പറഞ്ഞു അറിയണമെന്ന്. നീതു വിഷ്ണുവിന് മറുപടി കൊടുക്കുകയാണ്, നോട്ട് ഫോർ മീ. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്കാ, കഴിഞ്ഞു, ഡോണ്ട് വറി. ഓക്കെ, നോക്കിയോ. ആദ്യത്തത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് വെൽത്ത്. നമ്മുടെ രാജ്യത്തുള്ള എന്നെ ഓർമ്മിപ്പിച്ചത് നന്നായി നിരഞ്ജു, കണ്ടിന്യൂ. ഞാൻ ഈ ഫ്ലാസ്കിൽ നല്ല ചൂടുവെള്ളം കൊണ്ടുവന്നാണ്. ഇപ്പോൾ അത് നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം പോലെയായിട്ടുണ്ട്. അപ്പം മിക്കവാറും തൊണ്ടയ്ക്ക് നാളെ പണിയായിരിക്കും. ഓക്കെ, നൗ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ഒരു രാജ്യത്ത് നാഷണൽ ഇൻകം, അതാണല്ലോ ഇൻകം ആൻഡ് വെൽത്ത്, അത് അതായത് ഒരു രാജ്യത്തുള്ള വരുമാനം, നാഷണൽ ഇൻകം, അത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ഇടയിൽ ഈക്വലായിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ രാജ്യം വികസിച്ചു എന്ന്? നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം വലിയൊരു സംഖ്യയാണ്, വലിയ ഒരു അമണ്ടൻ സംഖ്യയാണെന്ന് വിചാരിക്കുക. ആ വാല്യൂ, നാഷണൽ ഇൻകം എന്ന മണിയാണല്ലേ, ആ മണി നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരുടെ കയ്യിലും ഈക്വലായിട്ടല്ല വന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും നാഷണൽ ഇൻകം കൂടിയാലും വെൽഫെയർ കൂടി നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല.
കാരണം നമ്മുടെ രാജ്യത്തുള്ള നാഷണൽ ഇൻകം, നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം ചിലപ്പം ചില ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ, ചില ആൾക്കാരുടെ കയ്യിൽ കുറച്ചുണ്ടാവും, ചില ആൾക്കാരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി സേ ദാറ്റ് ദ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ വെൽഫെയർ? നമ്മൾ എങ്ങനെ അത് പറയും? വി കനോട്ട് സേ, നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായോ? അങ്ങനെ പറയണമെങ്കിൽ നാഷണൽ ഇൻകം ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി, അത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ ഈക്വൽ ആയിട്ടല്ല, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണെങ്കിൽ വി കനോട്ട് സേ ദാറ്റ് ദ വെൽഫെയർ ഓഫ് ദ കൺട്രി വിൽ ഇൻക്രീസ്. നമുക്ക് പറയാൻ കഴിയില്ല വെൽഫെയർ കൂടിയെന്ന് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെയാണ്. അവിടെ ഒരാൾ ഒരു പോയിന്റ് എഴുതിയിട്ട് എനിക്കത് വേണം കേട്ടോ. അടുത്താണ് എക്സ്റ്റേണാലിറ്റീസ്. ഓക്കെ, എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെ നമുക്ക് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസും ഉണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസും ഉണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കിയാൽ ദ ബെനിഫിറ്റ്സ് ഓർ ഹാംസ്, നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. അതാണ് ബെനിഫിറ്റ്സ്, പോസിറ്റീവ്, ഹാംസ് നെഗറ്റീവ്, മെയ്ഡ് ബൈ എ ഫേം ഓർ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ ആൻഡ് ഫേം. അതായത് ഒരു ഫേമോ ഇൻഡിവിജ്വലോ വേറൊരു ഫേമിനോ ഇൻഡിവിജ്വലിനോ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ കൊടുക്കുന്ന സാധനമാണ് എക്സ്റ്റേണാലിറ്റീസ്. ക്ലിയർ? എന്തൊക്കെയാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഞാൻ പറയാം. ഇപ്പം ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് ഒരു ഗ്രാമത്തിലാണെന്ന് വിചാരിക്കുക, ഒരു ഗ്രാമത്തിലെ ഏരിയയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഒരു ഇൻഡസ്ട്രി അവിടെ വന്നു, ഒരു റൂറൽ ഏരിയ ആണ്, അധികം വികസനമൊന്നും ഇല്ലായിരുന്നു. സോ വൺ ഇൻഡസ്ട്രി കെയിം, ഒരു ഇൻഡസ്ട്രി വന്നു. ആ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. മക്കളെ, പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളിൽ ഏതാണ്ട് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പോൾ അവിടെ വരുമാനം വരും, അവിടെ ആ സ്ഥലം വികസിക്കും. അത് പോസിറ്റീവ് ബെനിഫിറ്റ്സ് ആണ്. അതേപോലെ നെഗറ്റീവും വരും. ആ ഒരു ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, ചിലപ്പോൾ അത് പൊല്യൂട്ടഡ് ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ രോഗമായിരിക്കും, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആയിരിക്കും. എപ്പോഴും ഈ കിട്ടുന്ന പൈസ മെഡിസിന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഹാംഫുൾ അല്ലേ? അപ്പം എക്സ്റ്റേണാലിറ്റീസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ടും ഉണ്ടാക്കും. അതായത് ഒരു ഫേമോ ഇൻഡിവിജ്വലോ വേറെ ഒരു ഫേമിനോ ഇൻഡിവിജ്വലിനോ ഹാംഫുൾ ആവാം, ബെനിഫിറ്റ്സ് ആവാം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എക്സ്റ്റേണാലിറ്റീസ്. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നാഷണൽ ഇൻകത്ത്. ഇത് നോക്ക് മക്കളെ, ഈ എക്സ്റ്റേണാലിറ്റീസ് ആണ്. ഒരു ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞു, അവർ പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തിൻ്റെ അളവ് നാഷണൽ ഇൻകത്തിൽ കൂട്ടി അല്ലേ? പക്ഷേ ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫേം എന്തുണ്ടാക്കും? പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും നാഷണൽ ഇൻകത്തിൽ ആഡഡ് അല്ല. ഇവരുണ്ടാക്കുന്ന സാധനങ്ങളുടെ വാല്യൂ മാത്രമേ എന്തിൽ ആഡ് ചെയ്യുന്നുള്ളൂ? നാഷണൽ ഇൻകവും. ഇൻഡസ്ട്രി വന്നു, സാധനം പ്രൊഡ്യൂസ് ചെയ്തു, നാഷണൽ ഇൻകം കൂടി. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ വശത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ആൾക്കാർക്ക് രോഗം വരുന്നു, അവർക്ക് ഇഷ്ടംപോലെ എക്സ്പെൻഡിച്ചർ പണ്ടത്തേനേക്കാളും കൂടും. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് അല്ലേ? സോ ദാറ്റ് വി കാൺ ഇൻക്ലൂഡ്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നാഷണൽ ഇൻകത്തിൽ. അപ്പോൾ അത് എന്താണ്? മോക്കാണ് ഐ ആം ഡാർക്ക് മാക്രോ എക്കണോമിക്സ്. ദെൻ ഇനി വാല്യൂ ഓഫ് നോൺ മാർക്കറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇത് മൂന്നാമത്തെയാണ് കേട്ടോ. ഇത് 2, ഇത് 3. ഓക്കെ, ഒരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. ഓക്കെ, അടുത്താണ് വാല്യൂ ഓഫ് നോൺ മാർക്കറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കറിയാം നാഷണൽ ഇൻകത്തിൽ പണപരമായിട്ടുള്ള എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ ജോലി ചെയ്യുന്നു, രാവിലെ പണിയെടുക്കുന്നു, അലക്കുന്നു, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം വെച്ച് തരുന്നു, എല്ലാം ചെയ്യുന്നു. അത് സർവീസാണ് അല്ലേ? പക്ഷേ ആ സർവീസിൽ നമ്മളവിടെ മോണിറ്ററി പേയ്മെൻറ്റ്സ് ഇല്ല. വൈകുന്നേരം വരുമ്പോൾ അച്ഛൻ വന്നിട്ട് രാവിലെ പണി ചെയ്തതല്ലേ, നീ ഇന്ന് ഒരു 500 രൂപ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ദർ ഇസ് നോ മോണിറ്ററി ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടിഫിൻ ബോക്സ് ലഞ്ച് ആക്കി തരുന്നു, നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം, നിങ്ങളുടെ തുണി അലക്കി തരുന്നു, വീട് ഒക്കെ സർവീസാണ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് സർവീസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ആ സർവീസസ് നാഷണൽ ഇൻകത്തിൽ അക്കൗണ്ട് അല്ല. അതിന് കാരണം എന്താ? ദർ ഇസ് നോ മോണിറ്ററി ട്രാൻസാക്ഷൻ. നേരെ മറിച്ച് നിങ്ങളൊരു ജോലിക്കാരെ വെച്ചു, ഈ പണിയൊക്കെ ചെയ്യുന്ന ജോലിക്കാരാ, നിങ്ങൾ വൈകുന്നേരം എന്ത് കൊടുക്കണം? യു ഹാവ് ടു പേ ദ മണി, നിങ്ങൾ പൈസ കൊടുക്കണ്ടേ? അപ്പോൾ അവിടെ പണം കൊടുത്തു, മോണിറ്ററി ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ആഡഡ് ഇൻ നാഷണൽ ഇൻകം. അങ്ങനെ വെറുതെ ഓസിക്ക് പൈസയൊന്നും ഇല്ലാതെ കിട്ടുന്നതൊക്കെ എന്താണ്? നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യുന്നില്ല. അതൊരു ഡിഫക്റ്റ് ആണ് കേട്ടോ. വാല്യൂ ഓഫ് നോൺ മാർക്കറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഈ 3 പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്ന് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ്, പിന്നെ എക്സ്റ്റേണാലിറ്റീസ് ആണ്, പിന്നെ ഒന്ന് വാല്യൂ ഓഫ് നോൺ മാർക്കറ്റ് ഗുഡ്. ഒന്നും കൂടി ഉണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ്. അതായത് ചിലപ്പോൾ നമ്മുടെക്ക് ഹാംഫുൾ, അതായത് നമുക്ക് ശരിയല്ലാത്ത ദോഷകരമായ ചില സാധനങ്ങളുടെ ഉൽപ്പാദനം ഉണ്ടാവും. ഇപ്പോൾ തന്നെ സിഗരറ്റ്, ഡ്രഗ്സ്, ഇതൊക്കെ കണ്ടമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹായ് നാഷണൽ ഇൻകം കൂടി
അല്ലേ? കാരണം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ദ എക്കോണമി അല്ലേ? ഒരു രാജ്യം ഉണ്ടാക്കിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ അല്ലേ? കുറേ ഡ്രഗ്സ് ഉണ്ടാക്കി, കുറേ സിഗരറ്റും ബീഡിയൊക്കെ ഉണ്ടാക്കി, അത് നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്തു അല്ലേ? പക്ഷേ അത് നമ്മുടെ നാഷണൽ ഇൻകം വലുതാവും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പ്രൊഡക്ഷനാണ്, ഇവരുടെ ഉണ്ടാക്കിയ സാധനങ്ങളുടെ വാല്യൂ എല്ലാം ആഡ് ചെയ്തു, നാഷണൽ ഇൻകത്തിൻ്റെ വാല്യൂ കൂടി. പക്ഷേ ഇത് കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണമാണോ? യെസ്, ആൽക്കഹോൾ, ഞാനത് മിണ്ടാകുന്നതാണ്. ആൽക്കഹോൾ, സിഗരറ്റ്, ഇതൊക്കെ ഡ്രഗ്സ്, ഇതൊക്കെ കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയും ഹായ് നാഷണൽ ഇൻകം കൂടി. പക്ഷേ ഈ പ്രൊഡക്ഷനൊക്കെ ജനങ്ങൾക്ക്, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ജനങ്ങൾക്ക് വെൽഫെയർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? കുറേ ഡ്രഗ്സ് ഉണ്ടാക്കി, കുറേ മറ്റുണ്ടാക്കിയാൽ ഇറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് ദ ഇക്കോണമി. നമ്മുടെ വെൽഫെയർ കൂടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാഷണൽ ഇൻകം മേ ഇൻക്രീസ്, കൂടാം. പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബ്രിങ് വാട്ട്? വെൽഫെയർ. ഇതൊരിക്കലും ക്ഷേമം ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? സോ ദിസ് ഇസ് എ ഡിഫറൻസ്. ഇതാണ് 4 പോയിന്റ്. ലിമിറ്റേഷൻ ഓഫ് GDP ആസ് എ മെഷർ. ഷുവർ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. അതായത് ലിമിറ്റേഷൻസ് ഓഫ് GDP ആസ് എ മെഷർ ഓഫ് വെൽഫെയർ ഇൻഡിക്കേറ്റർ ആണെന്ന് പറയും. ഐ ടോൾഡ് യു വി വിൽ സേ ദാറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയറിന് ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ പറയില്ല, അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ആണ് ഇപ്പോൾ മാം പറഞ്ഞു തന്ന 4 പോയിന്റ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? ഐ തിങ്ക് ഇറ്റ് ഈസ് ഓവർ. യെസ്, ഇറ്റ്സ് ഓവർ. Okay, is it clear to you all children? So I am going to wind up this. Okay, hello. കഴിഞ്ഞോ? Okay then, bye, see you. So national income, I told you it is very important chapter ആണ്. പഠിക്കണം ഈ ടേംസ്. ഇതിലുള്ള ഒരു ടോപ്പിക്സും വിടരുത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ടഫ് തോന്നിയിരിക്കുന്ന സംഭവങ്ങളാണ് എന്ത്? നമ്മുടെ ഫോർമുലാസ് ആണ്. ആ ഫോർമുലാസ് ശരിക്കും നമ്മൾ എഴുതി ഒരു ഇതിൽ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1 by 1 വരും. എസ്സേ വരുമ്പം മാം ഒന്നും കൂടെ കാണിച്ചു തരാം. വെയിറ്റ് ദേ പോലെ. ഓക്കെ, എസ്സേ വരുമ്പം നമുക്കൊരു ഡൗട്ട് വരും. അത് എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് ഐ വിൽ ടെൽ യു. വെയിറ്റ്. ഓക്കെ, അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊന്നും വേണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ എസ്സേ സ്റ്റാർട്ട് ചെയ്തത്. മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. നല്ല മനോഹരമായിട്ട് ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ നേരെ മാർക്ക് വീഴും. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എന്നിട്ട് ഇതാണ് ആദ്യം എഴുതേണ്ടത്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എഴുതുക. എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് യു ക്യാൻ സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 1 വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇത് കാണാനുള്ള ഫോർമുല എഴുതുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ മക്കൾ പിന്നെ എന്താ എഴുതേണ്ടതെന്നറിയോ? ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. സ്റ്റെപ്പ് 2 കേട്ടോ. സ്റ്റെപ്പ് 2 കണ്ടിട്ട് സം ഓഫ് ഗ്രോസ് വാല്യൂ, ഇത് സ്റ്റെപ്പ് 2 എഴുതിയാൽ മതി. അതിനുള്ളിൽ പറഞ്ഞൊന്നും എഴുതണ്ട, ഇത് എഴുതുക. ഓ, നീതുവിനൊക്കെ ബൈ കൊടുത്തു, ടീച്ചർക്ക് ബൈ ഇല്ല അല്ലേ? ഓക്കെ, നീതു മോളെ ബൈ തന്നു. ഫോർ മീ ഓൾസോ യു ഗേവ് മീ 1 ബൈ. വെയിറ്റ്, ഐ ഡോണ്ട് ഗോ. പിന്നെ ഇത് എഴുതുക. സ്റ്റെപ്പ് 2 ഈ ഒരു സംഭവം എഴുതി പിടിപ്പിക്കണം കേട്ടോ മക്കളെ. പിന്നെയാണ് രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ്. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഫൈനലി ഈ കൺക്ലൂഷൻ. ഇത്ര എഴുതിയാൽ മതി എസ്സേക്ക്. ഒരു 5 സ്ലൈഡാണ് ഞാനിവിടെ കാണിച്ചത്. അത് എഴുതിയാൽ മതി മക്കളെ. ഞാൻ പറഞ്ഞത് ഇതിനുള്ളിൽ നമ്മൾ കുറേ ഇൻവെൻട്രീസ്, അക്യുമുലേറ്റഡ്, ഡീക്യുമുലേറ്റഡ് എന്നൊക്കെ പറഞ്ഞില്ലേ? ദാറ്റ് ആൻഡ് ഓൾ യു ഡോണ്ട് ഇൻക്ലൂഡ് ഇൻ ദ എസ്സേ. അതിൽ എഴുതണമെന്നില്ല കേട്ടോ, എഴുതണ്ട. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും മാത്രം നിങ്ങൾ എസ്സേയിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത് ഷുവറാണ് മക്കളെ കേട്ടോ. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് GDP ഡിഫ്ലേറ്ററിനാണ്. പിന്നെ ഇവിടെ തൊട്ട് നിങ്ങൾ ഇത് ഫോർമുല പഠിക്കുന്ന സമയത്ത് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ്, അതാണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഈ 4 കൺസെപ്റ്റ് പഠിക്കുക. ഇതിൻ്റെ ഓരോന്ന് ഇതെങ്ങനെ കാണും എന്ന് പഠിക്കുക. പിന്നെ പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും ചിലപ്പം പരീക്ഷയ്ക്ക് ഉണ്ടാവും, അത് നോക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് വിച്ച് വൺ ഈസ് ഇമ്പോർട്ടൻ്റ്? then next one is this. അതായത് നോമിനൽ GDP, then comes റിയൽ GDP ഡിഫ്ലേറ്റർ. നോമിനൽ GDP റിയൽ GDP പഠിക്കാതെ നിങ്ങൾക്ക് മറ്റേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഡിഫ്ലേറ്റർ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് പഠിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ പ്രൈസ്, പിന്നെ ഇത് കൺസ്യൂമർ പ്രൈസ്, GDP ഡിഫ്ലേറ്ററും ഇതും തമ്മിൽ ഡിഫറൻസ് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ GDP ആൻഡ് വെൽഫെയർ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. ഓക്കെ then children, bye, see you. Okay then, good night. I'm going to wind up this. Thank you teacher. Yes, ഒരാളാണ് താങ്ക് യു പറഞ്ഞത്.
താങ്ക് യു മിസ് ഫോർ ദിസ് യൂസ്ഫുൾ ക്ലാസ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് ആരാ വരിക എന്നറിയില്ല, ആരെങ്കിലുമൊക്കെ വരും. ഓക്കെ ഓക്കെ, ദെൻ ബൈ. ഗുഡ് നൈറ്റ് പ്രിയ മോളെ, ഗുഡ് നൈറ്റ്. നീതു, യെസ്, മിസ് ബൈ. ഇനി പോയിട്ട് എല്ലാവരും ക്ലാസ് മനസ്സിലായ. താങ്ക് യു മോ. യെസ് യെസ് നിരഞ്ജു, താങ്ക് യു മിസ് ഫോർ ദിസ് വണ്ടർഫുൾ എഫേർട്ട് ഫോർ യെസ്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ ഓക്കെ, ഇനി പ്രോബ്ലംസ്. താങ്ക്സ്, ഗുഡ് നൈറ്റ്. ക്യൂട്ട് മിസ്സാ. താങ്ക് യു നിരഞ്ജു. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പം നിർത്തട്ടെ കേട്ടോ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബൈ, സി യു ചിൽഡ്രൻ, ഗുഡ് നൈറ്റ്.